30 വർഷം മുമ്പ് ഇവിടെയുള്ള ആളുകളൊക്കെ നമ്മുടെ വീടുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. ആ സമയത്ത് നമ്മുടെ വീടുകൾക്ക് ഇന്നുള്ള ബലം ഉണ്ടായിരുന്നില്ല. ശരിയാണോ? ഉണ്ടായിരുന്നോ? ഇന്നുള്ളത്ര ബലമുണ്ടായിരുന്നില്ല. പല വീടുകളുടെയും വാതിലൊക്കെ ദുർബലമായിരുന്നു. വേണമെന്ന് വിചാരിച്ചിട്ടൊന്ന് ചവിട്ടിയ ഉള്ളിലേക്ക് പോകുമായിരുന്നു. പല വീടുകളും മഴക്കാലത്ത് ചോർന്നൊലിക്കുമായിരുന്നു. വൈദ്യുതിയൊക്കെ ആയി ഇന്ന് ഗ്രാമപ്രദേശങ്ങളിൽ പോലും വാതിലിന്റെ പിന്നിൽ പട്ടാക്കമ്പി, പിന്നെ മതില് ഇല്ലേ? ഗ്രാമപ്രദേശങ്ങളിൽ പോലും വീടുകൾക്കെല്ലാം, നമ്മുടെ സ്ഥലങ്ങൾക്കെല്ലാം മതിലുകൾ വന്നു. കുട്ടിയെ കൊണ്ടൊന്ന് അങ്ങ് നടന്നു എന്നാ എന്നെ കൊണ്ടുപോയിട്ട് വരും. അപ്പം 30 വർഷം മുമ്പത്തെ ഒരു അവസ്ഥ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മളുടെ അന്നത്തെ അപേക്ഷിച്ച് ഇന്ന് നമ്മുടെ വീടുകൾക്ക് അന്നത്തേക്കാൾ എത്രയോ ബലം ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യം എല്ലാവരും ശരി, ഓക്കെ. എന്നാൽ വീടുകൾക്ക് ബലം കൂടിയ സമയത്ത് നമ്മുടെ കുടുംബത്തിന്റെ ബലം കുറഞ്ഞു. ഇതെല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ വീടും കുടുംബവും ഒന്നാണോ രണ്ടാണോ? ഒന്നാണെങ്കിൽ വീടിന്റെ ബലം കൂടിയാൽ കുടുംബത്തിന്റെ ബലം കൂടണമായിരുന്നു. കൂടിയില്ലല്ലോ. നമ്മളെല്ലാം വീടുണ്ടാക്കിയപ്പോ എന്താ വിചാരിച്ചത്? വീട് തന്നെയാണ് കുടുംബം. അതുകൊണ്ട് നമ്മൾ വീട് നന്നാക്കിയാൽ കുടുംബം നന്നാകും എന്ന് വിചാരിച്ചില്ലേ? ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്കൊരു റൂം ഉണ്ടാകണം. നമ്മുടെ വീട്ടിൽ വണ്ടി ഇല്ലെങ്കിലും ആരെങ്കിലും വണ്ടി കൊണ്ട് വന്നാൽ വണ്ടി നിർത്താൻ ഒരു സ്ഥലം വേണം. പിന്നെ വന്നു പോകുന്നവർ ഇരുന്ന് സംസാരിക്കാൻ വേണമെങ്കിൽ ഒരു സിറ്റിംഗ് ഏരിയ വേണം, വേണ്ടേ? വേണ്ട. എന്തൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്? നമ്മുടെയൊക്കെ വീടുകളിൽ എത്ര പേർ വന്നു താമസിച്ചു, എത്ര നമ്മൾ ബലമുള്ളവരായി. നല്ല വീടുണ്ടാക്കിയപ്പോൾ നമ്മളുടെ കുടുംബത്തിന് ബലം കൂടിയോ കുറഞ്ഞോ? വീടുണ്ടാക്കിയത് കൊണ്ടാണോ ബലം കുറഞ്ഞത്? അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആരും വീടുണ്ടാക്കരുതെന്നായിരിക്കും അല്ലേ? വീടുണ്ടാക്കിയത് കൊണ്ടല്ല ബലം കുറഞ്ഞത്, വീട് നന്നാക്കിയത് കൊണ്ടല്ല ബലം കുറഞ്ഞത്. വീടിന്റെ ബലം കൂടാൻ വേണ്ടി ഏത് സിമെന്റ് ഉപയോഗിക്കണം, ഏത് കട്ട ഉപയോഗിക്കണം, ഏത് കമ്പി ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞു തരാൻ നമുക്ക് ആളുകളുണ്ടായിരുന്നു. ഇന്നും അത്തരം ആളുകൾക്ക് സമൂഹത്തിൽ ആവശ്യമുണ്ട്, ആവശ്യകതയുണ്ട്. ഇല്ല, എഞ്ചിനീയേഴ്സിന്റെ ആവശ്യകതയുണ്ട്, അതുപോലെ മേസൺ, അതുപോലെ മരപ്പണി എടുക്കുന്ന ആളില്ലേ, വെൽഡിങ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഇന്ന് ഒരുപാട് സാധ്യതയുണ്ട്. ഇല്ല, പക്ഷേ കുടുംബത്തിന്റെ ബലം വർദ്ധിക്കാൻ എന്ത് ചെയ്യണം എന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുപോയി എന്ന് മാത്രമല്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് കേൾക്കാൻ നമ്മൾ മറന്നുപോയി എന്ന് കൂടെ എടുക്കണം. എന്ത്? അപ്പൊ വീടിന്റെ ബലം വർദ്ധിക്കാനുള്ള സംഗതികളെ കുറിച്ച് നമ്മൾ നല്ലവണ്ണം ഓർത്തപ്പോൾ കുടുംബത്തിന്റെ ബലം വർദ്ധിക്കാനുള്ളതിന്റെ സംഗതികളെ നമ്മൾ മറന്നുപോയി. ഇല്ല, സത്യത്തിൽ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാതലായ വശം എന്ന് പറയുന്നത് ഈ മറവിയാണ്. എന്താണ് മറവി? അത് ആധ്യാത്മികമായാലും ഭൗതികമായാലും ഇനി വേറെ എന്തായാലും ഈ മറവി നമ്മളെ ബാധിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ചു. അതൊന്നും പറയണ്ട സ്വാമിജി, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും. ഇനി ഒരു കണക്കിന് ഓർക്കാതിരിക്കുക നല്ലത്. ഓർത്താൽ നമുക്ക് വ്യഗ്രത കൂടും. അതുകൊണ്ട് കുറെയൊക്കെ മറന്ന് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോവാന്നൊന്നും ചിലപ്പോൾ നമ്മളൊക്കെ പറഞ്ഞുകൂടായികയില്ല. എന്തിനൊക്കെയാ നമ്മൾ മറക്കണതെന്ന് ആലോചിക്കും. കുട്ടികളോട് എല്ലാവരോടും പറയാറുണ്ട്, 2 കാര്യം എപ്പോഴും ഓർക്കണം. ഒന്നാമത്തെ കാര്യം ഞാൻ ആരാണ് എന്നുള്ളത്. അത് വലിയ ഉയർന്ന അർത്ഥത്തിലൊന്നല്ല, ഇല്ലേ? എന്താണ്? എൻ്റെ പേര് ദേവദത്തൻ എന്നാണ്. ഓക്കെ, ഞാൻ ആരാണ്? എൻ്റെ പേര് ദേവദത്തൻ. അല്ലെങ്കിലോ എൻ്റെ പേര് വിഷ്ണു, എൻ്റെ പേര് ശ്രീഹരി, ഇല്ലേ?
എൻ്റെ പേര് സരസ്വതിയാണ്, എൻ്റെ പേര് ലക്ഷ്മിയാണ്, അല്ലെങ്കിൽ ദുർഗയാണ്. എന്തൊക്കെ നല്ല പേരുകളാണ് ഇന്ന് കുട്ടികൾക്ക്. പക്ഷെ വീണ്ടും വീണ്ടും നമ്മളുടെ കുട്ടികളുടെ പേരുകൾ വേണ്ട രീതിയിൽ മറവി ബാധിച്ചുകൊണ്ടിരിക്കുന്നു പലയിടത്തും. ഇല്ല, വീണ്ടും 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 ഒരർത്ഥമില്ലാത്ത പേരുകൾക്ക് ഇങ്ങനെ വഴി വെച്ച് കൊടുക്കുന്നുണ്ടോ? ഇല്ല. മോളുടെ പേരെന്താ? ഇയാളോ? എത്ര നല്ല പേരുകൾ. ഇപ്പത്തെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒന്ന് നോക്കിയാൽ മതി. അപ്പോ അതിൽ നമ്മൾ മറക്കുക, അർത്ഥം ഇല്ലാത്തതിന്റെ പേരെന്താ? അനർത്ഥം. അല്ലേ? അർത്ഥമില്ലാത്തത് എന്ത് പറയും? അനർത്ഥം. അനർത്ഥം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടോ? ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ അനർത്ഥം? ഇല്ല. ഇഷ്ടമില്ലെങ്കിലും നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ അനർത്ഥമായ പേരുകളുണ്ട്. പിന്നെ മക്കൾ അനർത്ഥം പ്രവർത്തിക്കുന്നതിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? രാവണൻ എന്നൊരു പേര്. രാവണൻ എന്ന ശബ്ദത്തിന്റെ അർത്ഥം ഉച്ചത്തിൽ കരയുന്നവൻ. എന്താണ്? വളരെ ഉച്ചത്തിൽ അട്ടഹാസം ചെയ്യുന്ന ആള്. എന്നിട്ട് രാവണൻ എന്ന് പേരിട്ടിട്ട് കുട്ടി നമുക്ക് സമാധാനം തരുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് കുട്ടികളെ തൊട്ട് നാം ഓർമ്മിപ്പിക്കണം നീ ആരാണ് എന്നുള്ളത്. അല്ലേ? ശ്രീകൃഷ്ണൻ എന്ന് പേരിട്ടു. എന്തിനാണ് നമ്മൾ ഇത്തരത്തില് നമ്മുടെ പൂർവികർ ശ്രേഷ്ഠരായ ആളുകളുടെ പേരുകൾ നമ്മളുടെ മക്കൾക്ക് ഇടുന്നത്? അവർക്ക് ശ്രേഷ്ഠമായ ഓർമ്മകൾ ഉണ്ടാകണം. അല്ലേ? ശരി, ഞാൻ ആരാണ്? ഞാൻ ആരാ? എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ്. എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ ശ്രേഷ്ഠരാണെങ്കിലല്ലേ ആ കുട്ടികൾക്ക് ഓർമ്മിക്കാൻ പറ്റുള്ളൂ. അല്ല, അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ മക്കൾക്ക് ഓർക്കണ്ടായിരുന്നു, അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ മക്കൾക്ക് ഓർമ്മിക്കേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മക്കളോട് പറയുക നീ ആരാണ് എന്ന് എപ്പോഴും ഓർമ്മിക്കണമെന്ന്? ഇല്ല. പറഞ്ഞതെല്ലാവർക്കും മനസ്സിലാവില്ലേ? ഇനി ലളിതാക്കണോ? തുടക്കത്തിൽ തന്നെ സ്വാമി നമ്മളങ്ങനെ ചീത്ത വയ്ക്കണം, അങ്ങനെ വിചാരിക്കരുത്. ഇവിടത്തെ ആളുകളെ കുറിച്ചല്ല ഈ പറയുന്നത്. ഇന്ന് പോയ ഓരോ സ്ഥലങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് പറയുകയാണ്, ഇവിടെയല്ല. അപ്പോ പറഞ്ഞുകൊണ്ട് വരുന്നത് അത് കുട്ടികളെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് എല്ലാവരാലും ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ ആരാണ്? ഞാൻ ആത്മാവ് ബ്രഹ്മ അതൊന്നും ഇപ്പൊ പറയുന്നില്ല. മിനിമം ഞാൻ ആരാണ് എന്നുള്ള ഓർമ്മ നമ്മൾ മറന്നു കളയോ? ഇല്ല. രണ്ടാമത്തത് എന്താണ്? ഞാൻ എവിടെയാണ്? എന്താണ്? ഞാൻ എവിടെയാണ്? ഈ രണ്ട് കാര്യങ്ങൾ നിരന്തരം ഓർത്തുകൊണ്ടിരുന്നാൽ അവന്റെ വ്യക്തി ജീവിതത്തിൽ അവൻ പെർഫെക്റ്റ് ആയിരിക്കും. എന്ത്? ശരിയാണോ? ഞാനിപ്പോ സ്കൂളിലാണ്, അല്ലേ? ഞാനിപ്പോ കളിസ്ഥലത്താണ്, ഞാൻ വീട്ടിലാണ്, ഞാനിപ്പോ റോട്ടിലാണ്. എവിടെയൊക്കെ നിങ്ങൾ ആലോചിച്ചോളൂ, ഓരോരുത്തർക്ക് ആലോചിക്കാൻ പറ്റുന്ന അത്രേ ആലോചിച്ചു. അപ്പൊ ഞാൻ എവിടെയാണ് എന്ന് മറക്കാതിരിക്കുക. അല്ലേ? ഇല്ല. കളിക്കുന്നിടത്ത് കളിക്കണ്ടേ? കളിക്കാൻ മറന്നു പോയിട്ട് എന്ത് കാര്യം? പഠിക്കുന്നിടത്തോ പഠിക്കണം. പക്ഷെ നമ്മളുടെയൊക്കെ കുട്ടികള് നമ്മൾ കളിക്കൂന്ന് ആരുടെയും അറിയലുണ്ടോ? ഇല്ലല്ലോ. കളിക്കാൻ അവസരം കൊടുക്കാത്തത് കൊണ്ടും കളി അവനെ പരിശീലിപ്പിക്കാത്തത് കൊണ്ടും നമ്മുടെ കുട്ടികൾ കളിയിൽ പോലും പിന്നോട്ട് പോകുന്നു. അതിന്റെ കാര്യത്തിൽ പറയണോ? എനിക്ക് കളിക്കാൻ പോലും അറിയില്ല, പിന്നെ എങ്ങനെ പഠിക്കൽ? ഇല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, രക്ഷിതാക്കളെ, അമ്മമാരെ, നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ ഓടി കളിക്കാൻ വിടാറുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം. ഞാൻ സ്വാമി പറഞ്ഞ ശരിയാണെന്ന് നിങ്ങൾ പറയേണ്ടി വരും. ഓടി കളിക്കാൻ വിടാറുണ്ടോ? അതന്നെ. ഓടല്ലേ വീഴും. ഇത് ഇപ്പൊ കേട്ടാലല്ലോ, ദിവസവും കേൾക്കുന്നതല്ലേ. ഓടല്ലേ വീഴും. അപ്പൊ മക്കളെ നിങ്ങൾ പറയണം, ഈ സ്ഥലത്തേക്ക് എന്താ പറയാ? കൊടമുക്ക് അല്ലെങ്കിൽ വേങ്ങാപ്പരത. ഓക്കെ. അമ്മേ, ഇവിടെ വീണ് മരിച്ച കുട്ടികളുടെ ലിസ്റ്റ് ഒന്ന് എടുത്ത് വെക്കൂ, ഞാൻ കുറച്ച് ഓടി കളിച്ചിട്ട് വരാം. ഒരു കുട്ടി പോലും വീണിട്ടൊന്നും മരിച്ചു പോയിട്ടുണ്ടാവില്ല. ഇത് നിങ്ങൾക്കൊരു തമാശയായിട്ട് തോന്നും. ചെറിയ കുട്ടിക്കാലത്ത് നല്ലവണ്ണം ഓടിക്കളിക്കുന്ന കുട്ടികൾക്ക് അവരുടെ കാലുകൾക്ക് ശക്തി ഉണ്ടാവും. മനസ്സിലായില്ല? കാലുകളും തലയും തമ്മിലൊരു ബാലൻസിങ് വരാനുണ്ട്. നിങ്ങള് നമ്മുടെയൊക്കെ വീട്ടിൽ പശുക്കളുണ്ടെങ്കിൽ പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഓടുന്നുണ്ടോ?
എവിടെ ഓടുക? നിങ്ങൾ പറയൂ. ഇല്ല, അതെന്തിനാ ഓടുന്നത്? ആ, ഓടുക എന്നുള്ളത് പ്രകൃതിയുടെ ഒരു രീതിയാണ്. പശു ഓടുന്നു, മറ്റു ജീവികൾ ഓടുന്നു. പക്ഷേ നമ്മുടെ കുട്ടികളെ നമ്മൾ ഓടുകയാണെങ്കിൽ അപ്പ പറയും വീഴും, എന്നിട്ട് അങ്ങ് പേടിപ്പിക്കും. ആ കുട്ടി അടങ്ങി അവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും നല്ല കുട്ടിയാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് നല്ല കുട്ടി? എന്താണ് നല്ല കുട്ടി എന്ന് പറയുന്നത്? അമ്മ പറയുന്നത് അനുസരിക്കുന്ന, അച്ഛൻ പറയുന്നത് അനുസരിക്കുന്ന, വേറെ ആരും പറഞ്ഞത് നേരാവണ്ണം അനുസരിക്കുകയും ചെയ്യാത്ത, ഞാൻ പറയുന്നത് കൃത്യമായിട്ട് അനുസരിക്കണം. എന്റെ കുട്ടിയല്ലേ നീ, ഞാൻ ചോദിച്ച ഉത്തരം പറയണം. വേറെ ആരും ചോദിച്ചാൽ സത്യം പറയണമെന്നൊന്നുമില്ല, പക്ഷെ ഞാൻ ചോദിച്ച സത്യം പറയണം. അപ്പൊ നമ്മള് ഉണ്ടാക്കി വെച്ചിട്ടുള്ള, നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ചിട്ടില്ല ഉള്ള ചില ധാരണകൾ നമ്മളുടെ മക്കളിലേക്ക് നമ്മൾ സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ചു കാലങ്ങളെ കൊണ്ട്. എന്റെ കുട്ടിക്കാലത്തുള്ള അനുഭവങ്ങൾ പോലും ഇങ്ങനെയാണ്. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. ഒരു മരത്തിന്റെ ചുള്ളിക്കൊമ്പിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ മുകളിൽ കയറുകയാണെങ്കിൽ എന്ത് പറയും? ഇറങ്ങി അവിടെ നിന്ന് പറഞ്ഞ ആൾക്കാർ ഒരു വടി ഉണ്ടെങ്കിൽ കുത്തി അവനെ താഴെ ഇടും. ചിന്തിച്ചോ? ഇല്ല. നോക്കൂ, ആധുനിക ലോകം മത്സരത്തിന്റെ ലോകം തന്നെയാണ്. എല്ലാ കാലവും ലോകം മത്സരത്തിന്റെയാണ്. ശക്തിയുള്ളവൻ വിജയിക്കും, കഴിവില്ലാത്തവൻ താഴോട്ട് പോകും. ഒരു ജീവൻ ശരീരം സ്വീകരിക്കുന്നു, നമ്മളുടെ ഗർഭപാത്രത്തിൽ, നമ്മുടെ വീട്ടിൽ വളരുന്നു. സത്യത്തിൽ ഈ കുട്ടികളൊക്കെ നമ്മുടെ കുട്ടികളാണെന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്? ആണോ? നമ്മുടെ കുട്ടികളിൽ പൂർണ്ണമായ ഉത്തരവാദിത്വം നമുക്കുണ്ടോ? അവനെ ഇടത്തോട്ട് കളിക്കാനും വലത്തോട്ട് കളിക്കാനൊക്കെ നമുക്ക് സാധിക്കും. അതറിയാം സാധിക്കില്ല, എന്നാലും നമ്മൾ വളച്ച് അതിനെ ഒട്ടിച്ച് എന്തിനായി ഇങ്ങനെ ഉപദ്രവം ചെയ്യുന്നത്? സത്യത്തിൽ നമ്മളെ ഈശ്വരൻ ഏൽപ്പിച്ചതല്ലേ ഈ മക്കളെയൊക്കെ ഒന്ന് ആലോചിച്ചു. അതുകൊണ്ടല്ലേ ഓരോരുത്തരുടെയും കാലം വരുമ്പോൾ ഭഗവാൻ കൊണ്ടുപോകുന്നത്? ആണല്ലോ, ഏൽപ്പിക്കുന്നു, ചിലപ്പോൾ വേഗം കൊണ്ടുപോകുന്നു, ചിലപ്പോൾ നമ്മൾ പോയിട്ട് പിന്നെ കൊണ്ടുപോകുന്നു, ചിലപ്പോൾ ആദ്യം നമ്മളെ കൊണ്ടുപോകുന്നു. ഇല്ലേ? നമ്മളെയൊക്കെ നമ്മുടെ അച്ഛനമ്മമാരെ ഏൽപ്പിച്ചതാണ്. ഈ ഒരു ചിന്ത നമ്മുടെ സമാജത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ കുട്ടികളെയും ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ചതാണ് എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ വളർത്തുകയായിരുന്നെങ്കിൽ കുട്ടികൾക്ക് എന്താണോ ആവശ്യം അത് കൊടുക്കാൻ നമുക്ക് സാധിക്കുകയായിരുന്നു. അല്ലാണ്ട് കഴിക്ക് മോളെ, കഴിക്ക് കേട്ടില്ലേ? പിന്നെ ഒന്നുകൂടി ഉണ്ട്, പിന്നെയോ നല്ല കുട്ടിയാവണം കേട്ടോ. ലോകത്തിലെ ഏറ്റവും മണ്ടത്തരവും വിഡിത്തവും നല്ല കുട്ടിയാവണം. ചെറിയ കുട്ടികളാണോ നന്മ ഉള്ളവർ? നമ്മളാണോ നന്മയുള്ളവർ? കുട്ടികളാണോ നന്മയുള്ളവർ? നമ്മളാണോ നന്മയുള്ളവർ? ആർക്കാ ഏറ്റവും കൂടുതൽ നന്മ? ആർക്കാ? എന്നിട്ട് നമ്മൾ പറയുക നല്ല കുട്ടിയാവണം. ആ കുട്ടികൾക്കൊക്കെ കുറച്ചൊരു ബുദ്ധിയും വർത്താനം പറയാൻ കഴിവുണ്ടെങ്കിൽ നമ്മളെ അവര് ശരിയാക്കി പോയി. ആർക്കാണ് കുശുമ്പ് കൂടുതൽ? ആർക്കാ പരദൂഷണം കൂടുതൽ? ആർക്കാ അസൂയ കൂടുതൽ? ആർക്കാ? ഇങ്ങനെ എടുത്തിട്ട് ആരുടെ മനസ്സാണ്? കുട്ടികളുടെ മനസ്സാണോ നമ്മളുടെ മനസ്സാണോ പ്യുവർ, ശുദ്ധം? ആരുടെ? എന്നിട്ട് നമ്മൾ പറയുക നല്ല കുട്ടിയാവാം, നല്ല കുട്ടിയാവാം. എന്ത് കഷ്ടമാണ് ഇതൊക്കെ. ഇതെന്തിനാ സ്വാമി ഇതൊക്കെ പറയുന്നത്? ഒന്ന് നല്ല കുട്ടിയാവണം, മറ്റൊന്ന് പഠിക്കണം, മറ്റൊന്ന് കഴിക്കണം, നാലാമത്തെ ഒന്നുകൂടി ഉണ്ട്, എന്തൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയാലും ആലോചിച്ചു. അത് ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞ എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് ഡോട്ട്, ഇത് അരുത്. ഈ ഉപദേശ ചതുഷ്ടയം എന്ന് പറയും. എന്ത്? ഉപദേശ ചതുഷ്ടയം. ഈ ഉപദേശ ചതുഷ്ടയം ആണ് നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്.
ഇത് തന്നെയാണ് ഹിന്ദു സമാജത്തിന്റെ ഇന്ന് കാണുന്ന ദുരവസ്ഥയുടെ കാരണം. ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളാരും ഇല്ലാണ്ടായി പോയി നല്ല അർത്ഥം. പക്ഷേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഗതി എന്താ? എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരുപോലെ എന്താ? വെള്ളം. വെള്ളമാണ്. ഭക്ഷണം, കറണ്ട്, ഇല്ലേ, കാറ്, എന്തൊക്കെ വേണം നമുക്കില്ലേ? നോക്കൂ, എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? സമാധാനം. എന്താണ്? സമാധാനം വേണ്ടാത്തവരാരെയും? എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം എന്ന് പറയുന്നത്. ഇനി സമാധാനം മാത്രം മതിയോ നമുക്ക്? മറ്റു സൗകര്യമൊന്നും വേണ്ട? സമാധാനം മാത്രം മതിയോ? അല്ല, ബാക്കിയൊന്നും വേണ്ടേ? എല്ലാ സൗകര്യങ്ങളും എല്ലാ വസ്തുവകകളും വേണ്ടതെല്ലാം വേണം? വേണം. പ്ലസ് അതിൻ്റെയൊക്കെ കൂടെ സമാധാനവും വേണം. മനുഷ്യ ജീവിതത്തിൽ എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സമാധാനവും നമുക്കുണ്ടാവണം, വിഷയങ്ങളും നമുക്ക് കിട്ടണം. വിഷയങ്ങൾ എന്ന് പറഞ്ഞ വസ്തുക്കൾ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇത് ആ രീതിയിൽ അങ്ങ് പറയാൻ നമുക്ക് കഴിയില്ല എന്നോ. ആർക്കാ സ്വർണം വേണ്ടാത്തത്? ആർക്കാ ആഭരണം വേണ്ടാത്തത്? ആർക്കാ വാച്ച് വേണ്ടാത്തത്? ആർക്കാ ലാപ്ടോപ്പ് വേണ്ടത്? ആർക്കാ മൊബൈൽ ഫോൺ വേണ്ടാത്തത്? ആർക്കാ 2 വീലർ 4 വീലറൊക്കെ വേണ്ടാത്തത്? ആർക്കാ നല്ല വീട് വേണ്ടാത്തത്? ഒന്നും വേണ്ട, വേണം. പക്ഷേ നമ്മൾക്ക് ആവശ്യമുള്ള സംഗതികൾ മറ്റു പലരിലും കണ്ടിട്ട് അതുപോലെ എന്ന് വിചാരിക്കുമ്പോഴാണ് തെറ്റ്. എന്ത്? അവന്റെ പോലെ എന്റെ മുടിയാവണോ, അവന്റെ പോലെ എന്റെ കണ്ണാവണോ? കണ്ടിട്ടില്ല? അവൻ വെളുക്കാനുള്ളത് തേച്ചപ്പോ ഞാനും തേക്കുന്നു, അവൻ പാൻസ് ഇടുമ്പോ ഞാനും ഇടുന്നു, അവന്റെ പേഴ്സ് അങ്ങനെയാണ് അതുകൊണ്ട് എന്റെ പേഴ്സ് ഇങ്ങനെയാണ്. എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്? അപ്പൊ തന്നെ മനസ്സിലാവും നമുക്കൊരു വ്യക്തിത്വം ഇല്ല. എന്ത്? 6 മാസം മുടി ഒരുപോലെയായി, പിന്നെ ഒരു ഫിലിമിലോ ഒരു ഫാഷനിലോ ഒക്കെ കണ്ടപ്പോ വേറെ അതുപോലെയായി, പിന്നെ കുറെ വെളുപ്പിച്ചു, കുറച്ച് ചമ്പം കളറാക്കുമ്പോ അതുപോലെ ഞാനാക്കി. ഇങ്ങനെ നമ്മളുടെ ഐഡന്റിറ്റി, ഒരൈഡന്റിറ്റി ഇല്ല. ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ്, അത്ര വലിയ ബോധമൊന്നുമില്ല. അതേസമയം എനിക്കൊരു വ്യക്തിത്വം ഉണ്ട്, എനിക്ക് എന്റെ ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ട്, ഞാനൊരു വ്യക്തിയാണ്, ഞാനൊന്നും കൊള്ളാത്തവനല്ല എന്ന് ചിന്തിക്കുന്ന കുട്ടികളെല്ലാം ഉയരത്തിൽ പ്രാപിച്ചിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്, അവർക്ക് അവരവരുടെ മേഖല കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം നിങ്ങൾ നോക്കിക്കോളൂ, ഒരു മാസം മുടി ഇങ്ങോട്ട്, അടുത്ത മാസം ഇങ്ങോട്ട്, ഇങ്ങനെയൊക്കെ നാട്ടിൽ കുറെ ആൾക്കാരില്ല, അവരാ കറക്കം തന്നെയായിരിക്കും. സ്പീഡിൽ കറങ്ങാൻ വേണ്ടിയിട്ട് 2 ചക്രമുള്ള വാഹനമാണ്. അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള ഒരു തലമുറയാണോ? ആണോ? രക്ഷിതാക്കളെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയാണോ? അല്ലെങ്കിൽ അല്ല പറയും? അല്ലല്ലോ. പക്ഷേ നമ്മുടെ തലമുറയെ എങ്ങനെയാണോ ആക്കി തീർക്കേണ്ടത്, അത് ഈശ്വരീയമായ സന്താനങ്ങളാണ് എന്നുള്ള ബുദ്ധിയോടുകൂടി അവർക്ക് നന്മ ഉണ്ടാകുന്ന തരത്തിൽ, അവർക്ക് നന്മ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. ഈ ഭാഗത്ത് അടി കിട്ടിയ ഇവിടെ കാണിച്ചു കൊടുക്കണം, ഇവിടെ അല്ലേ വേണ്ട, തലക്ക് കിട്ടിയ ഇവിടെ പേരടി കാണിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ കഴിഞ്ഞ് വീഴുമ്പോ, ഓ ഞാൻ ഭൂമി ദേവിയെ നമസ്കരിച്ചതാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ അവസ്ഥ. അടി കിട്ടി വീണ് കഴിഞ്ഞാൽ ഞാൻ ഭൂമി ദേവിയെ നമസ്കരിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മക്കളോടല്ല, രക്ഷിതാക്കളോടാണ്. നമുക്ക് പറ്റിയ തെറ്റാണ് നമ്മുടെ ദുഃഖത്തിന്റെ കാരണം. നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ദുഃഖത്തിന്റെ കാരണവും നമ്മൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റുകളാണ്, സംശയമില്ല. അതുകൊണ്ടാണ് ഓർമ്മിക്കണം, ഞാൻ ആരാണെന്നും ഞാൻ എവിടെയാണെന്നും ഓർമ്മിച്ചേ പറ്റൂ. മറക്കരുതിനി, മറക്കാതിരിക്കാൻ ഓർമ്മിക്ക വേണം. നമ്മൾ എന്താ ഓർമ്മിക്കേണ്ടത്? ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ്. ഇതാർക്കാ ഈ 2 ആശയം വേണ്ടാത്തത്? സ്വാമിമാർക്ക് വേണ്ടേ? അമ്മമാർക്ക് വേണ്ടേ? പുരുഷന്മാർക്ക് വേണ്ടേ? ആൺകുട്ടികൾക്ക് വേണ്ടേ? പെൺകുട്ടികൾക്ക് വേണ്ടേ? കുഞ്ഞു കുട്ടികളാവുമ്പോ തന്നെ പഠിപ്പിക്കണം അല്ലേ? നീ, നിന്റെ പേര് ഇന്നതാണ്, നിന്റെ അച്ഛൻ ഇതാണ്, നിന്റെ അമ്മ ഇന്നാണ്, നിന്റെ പാരമ്പര്യം ഇന്നതാണ്. ചെറിയ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. അവന്റെ അച്ഛന്റെ അമ്മേന്റെയും പേര് അവർക്ക് അറിയില്ലേ? അച്ഛന്റെ പേരറിയോ? അറിയും. അച്ഛന്റെ പേരറിയോ? മുത്തശ്ശന്റെ,
അതെന്താ പഠിപ്പിച്ചു കൊടുക്കാത്ത? ആകാശം നിന്ന് പൊട്ടി വീണതാണ് നമ്മള്. നിങ്ങൾക്ക് അറിയുന്ന അത്രയും തലമുറയുടെ പേര്, 7 തലമുറയുടെ പേര് അറിഞ്ഞിരിക്കണമെന്നാണ്. പക്ഷേ അത്രയൊന്നും അറിയില്ലെങ്കിലും അറിയുന്ന അത്ര. 7 തലമുറ ഉണ്ടായില്ല മുമ്പ്? ഇല്ല. എത്ര തലമുറ ഉണ്ടായിട്ടുണ്ടാവും നമുക്ക്? 7? 8 ആയിരിക്കും അല്ലേ? 8 തലമുറ കൊണ്ടാണ് നമ്മൾ ഉണ്ടായത്. അങ്ങനെയാ? ഇനി എത്ര തലമുറ കൊണ്ടാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത്? അന്ന് അറിയില്ല. അപ്പൊ എപ്പോഴോ ഒരു 8ഓ 7ഓ 9ഓ തലമുറ മുമ്പ് ആകാശത്ത് വീണതാണ്. ഒരിക്കലുമല്ല. അനാദിയായ, എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അത്രയും പൂർവ്വ പിതാക്കന്മാരുള്ള ഒരു പിതൃ പരമ്പരയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും. ആ പിതൃ പരമ്പരയുടെ ഭാഗമാണ് എന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ് നാം എല്ലാ വർഷവും പിതൃ ശ്രാദ്ധം നടത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കുട്ടികളെ കൊണ്ടുപോകാറുണ്ടോ? ഇല്ല. അവര് കണ്ടിട്ട് അവർക്ക് ഓർമ്മ വന്നാൽ ശ്രാദ്ധമൂട്ടാൻ ചെറിയ മക്കളെ കൊണ്ടുപോകും നമ്മള്. അരുതേ, കൊണ്ടുപോകരുതേ. അവർക്ക് അറിയാതെ ഓർമ്മ വന്നാലോ, അവരുടെ അച്ഛനും അമ്മയും അല്ലാതെ, അവരുടെ മുത്തശ്ശനും മുത്തശ്ശി അല്ലാതെ അവർക്കൊരു ദീർഘകാലത്തെ ഒരു പിതൃ പാരമ്പര്യമുണ്ട് എന്ന് നമ്മളുടെ മക്കൾക്ക് ഓർമ്മ വന്നാൽ പ്രശ്നമല്ലേ? അതുകൊണ്ട് ഒരിക്കലും കൊണ്ടുപോകരുത് കേട്ടോ. എന്താ പിതൃയജ്ഞം, പിതൃശ്രാദ്ധാദി കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് ആരാ നമ്മളോട് പറഞ്ഞത്? ആരാ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചത്? ആരാ അറിയില്ല. കൊണ്ടുപോകണം, അവർ കാണണം. വേണ്ട. മരിച്ചിടത്ത് കുട്ടികളെ കൊണ്ടുപോകാൻ പാടുണ്ടോ? പാടില്ല. എന്തേ? മരിച്ച ആളെ കുഴപ്പമില്ല. ശരിയാ, നമ്മളുടെയൊക്കെ നാടകം അവർ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കും, അതുകൊണ്ടായിരിക്കും. അത് ശരി. ഒരു വീട്ടില് ഒരു അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചിട്ട് ഈ മൃതദേഹത്തെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിരിക്കുക. ആര്? മക്കളും മരുമക്കളും അമ്മയും ബാക്കിയുള്ള ആരൊക്കെ ബാക്കിയുള്ളവരെല്ലാരും കൂടെ അങ്ങോട്ട് കമിഴ്ന്ന് അതിന്റെ മുകളിൽ കിടന്ന് ജീവിച്ചിരുന്നപ്പോ ചിലപ്പോ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ലേ? ശരി. അപ്പൊ ആ നാട്ടിലെ പ്രമുഖരായ ഗോപാലേട്ടനും രാഘവേട്ടനും കുഞ്ഞിരാമേട്ടനും എല്ലാവരും കൂടെ 2 മണിക്കൂർ കഴിഞ്ഞു. എടുക്കേണ്ട സമയം 2 മണിയാണ് പറഞ്ഞത് ഉച്ചയ്ക്ക്. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും വന്നു. 2 മണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2:30 വരെ അവർ വെയിറ്റ് ചെയ്തു. അപ്പൊ എന്നാ പിന്നെ നമുക്ക് നോക്കല്ലേ എന്ന് ചോദിച്ചു. തോർത്തുണ്ടൊക്കെ അങ്ങനെ തോളിലിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള 2 ആൾ വരി എന്താ പറഞ്ഞു. അപ്പോഴേക്കും ഇവര് കൊണ്ടുപോവല്ലേ, ഞങ്ങളുടെ അച്ഛനെ കൊണ്ടുപോവല്ലേ. അപ്പൊ ഇവർക്കും കണ്ണുന്നൊരു ഇവർക്കൊരു ദുഃഖം വന്നു. ശരിയാ, ഇവരുടെ വിഷമം കണ്ടപ്പോ കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്യല്ലേ. 2:30 3 മണിയാകുമ്പോ ഇല്ല, രാഘവേട്ടൻ നോക്കല്ലേ. അപ്പൊ എന്നാ പിന്നെ പിടിക്ക്, എല്ലാവരും ഒന്ന് മാറി. കൊണ്ടുപോലേ. ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ചിത്രം? ഇല്ല. ശരി, 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് ഇവര് വീണ്ടും എടുക്കാൻ അള്ളി പിടിച്ചിരിക്കും. അപ്പൊ എന്തുണ്ട് സംഭവിച്ചു? പിന്നെ രാഘവേട്ടൻ പറഞ്ഞു, അല്ല ഗോപാലേട്ട നമ്മൾ പോവല്ലേ എന്നാലും ചോദിച്ചു. ഇതിപ്പോ ഇവരെന്തായാലും സംഭവിക്കും തോന്നില്ല, നമ്മൾ പോവല്ലേ എന്ന് തിരിഞ്ഞ് നടക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ പറയാ, കൊണ്ടുപോയിക്കോളൂ. ഇതൊക്കെ ഒരു നാടകമല്ലേ അല്ലേ? നല്ല അവാർഡ് കിട്ടുട്ടോ ഇതൊക്കെ. ആലോചിച്ച് നോക്കണം. നമുക്ക് എല്ലാവർക്കും അറിയില്ല, ഒരാൾ സമയം കഴിഞ്ഞാൽ പോകുന്നു. പോയി കഴിഞ്ഞാൽ അധിക സമയം വെക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാലോ. പിന്നെ എന്തിനീ ആവശ്യമില്ലാത്ത നാടകം കളിക്കുന്നത്? ഇനി കരയുന്ന ആളുകളോട് എനിക്കെന്ന് പറയാനുള്ളത് നോക്കൂ. ഈ കരഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോ ആ ഫ്ലോ അല്ലേ, അതൊന്ന് നിർത്തി വെക്കും. പിന്നെ അതുപോലെ കരയാൻ പറ്റില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? പിന്നെ രണ്ടാമത്തെ നെഞ്ചത്ത് കുത്തേണ്ടി വരും വേദനിക്കാൻ വേണ്ടിട്ട്. അറിയില്ല. അന്ന് കരഞ്ഞ പ്രശ്നം
അവര് പോലെ ഇങ്ങനെ കരയായിരിക്കും. അത് കഴിഞ്ഞ് അതുപോലെ ഒരാൾ വന്നിട്ട് എന്തിനാണ് ഇപ്പൊ കരയുന്നത്, ഇപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ അതെയോ, പിന്നെ അതേ രീതിക്ക് അറിയാൻ പറ്റില്ല. അത് നിങ്ങളെ കുട്ടികളൊക്കെ അങ്ങനെയല്ലേ കാണിക്കും, കുട്ടികളൊക്കെ അല്ലേ. പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ കുട്ടികൾ ഒന്നുകൂടി ഒരാക്കിയിട്ടൊരു കരച്ചിട്ടുണ്ട്. ഈ എഞ്ചിനൊക്കെ രണ്ടാമത് കാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓഫ് ആക്കിയിട്ട് ഒന്നുകൂടി സ്റ്റാർട്ട് ആക്കുന്നത് പോലെ പിന്നെ കുട്ടികൾ കരയാം. അതുകൊണ്ട് ആ ഫ്ലോ അവർക്ക് പോയി. പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ത് പറയാനാ പറഞ്ഞത് ഓർമ്മണ്ടോ? നമ്മുടെ വലിയ ആധ്യാത്മിക കാര്യങ്ങളൊന്നുമല്ല, ജീവിതത്തിൽ നമ്മളെ സ്പർശിക്കുന്ന ഒരു കാര്യമാണ് നാം ഒരു പിതൃ പരമ്പരയുടെ ഭാഗമാണ് എന്നുള്ളത്, അല്ലെ? അപ്പൊ നമുക്ക് ഒന്നാമത്തെ പാരമ്പര്യം എന്താണ്? പിതൃ പാരമ്പര്യം. കാരണം എന്താ? ഞാൻ ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ. ഈ പരമ്പര എവിടെയും മുറിയാത്തത് കൊണ്ട് നമ്മൾ ഇന്നും നമ്മളായി നിൽക്കുന്നതിന്റെ കാരണം നമ്മുടെ പൂർവികർ മതം മാറിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇത് എത്ര പേർക്കറിയാം? ആണോ അല്ല? 100% ഇതാണ്. ഖിലാഫത്തിന്റെ സമയത്തോ അതിന് മുൻപോ അതിന് ശേഷമോ മതം മാറാതെ പിടിച്ചുന്ന ബലമുള്ള, ആത്മബലമുള്ള ഒരു അച്ഛന്റെയോ ഒരു അമ്മയുടെയോ ഒരു മുത്തശ്ശന്റെയോ മുത്തശ്ശിയുടെയോ ഒക്കെ തലമുറയിൽപ്പെട്ട ആളുകളാണ് നമ്മളെല്ലാവരും. ആണോ അല്ലയോ? അന്ന് ആ ഒരു മതം മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുമോ, അതോ 10 മണിക്ക് ശേഷമുള്ള പരിപാടിയിൽ പോയിരിക്കും? ആലോചിച്ചു. അതുകൊണ്ട് ആ അഭിമാനം നമുക്ക് വേണം. നമ്മുടെ പൂർവികർ അഭിമാനത്തോടു കൂടി പിടിച്ചു തരുന്നുണ്ട്. തമാശയല്ലേ? മലപ്പുറം ജില്ലയിൽ വന്ന് പറയുമ്പോൾ വിശേഷമായിട്ട് ഓർക്കേണ്ടതാണ്. നമ്മുടെ പൂർവികർ ഈ ധർമ്മത്തെ സ്നേഹിച്ചു, അതിൽ ഉറച്ചു നിന്നു. അതുകൊണ്ട് കൂടി നാം നമ്മുടെ മക്കളെ ഈ ധർമ്മത്തിന്റെ സന്തത സഹചാരികളായി വളർത്താൻ ശ്രമിക്കണമേ. ആ ധർമ്മ അഭിമാനം പകർന്നു നൽകണമേ അവർക്ക്. ആ അഭിമാനം നമുക്കുണ്ടെങ്കിലേ പകർന്നു നൽകാൻ സാധിക്കും. രക്ഷിതാക്കളായ നമുക്ക് ആ ധർമ്മബോധവും ധർമ്മ അഭിമാനവും എത്രയുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ തലമുറ ആത്മബലമുള്ളവരായിരിക്കും. മനസ്സിലാവുന്നു? പിതൃ പരമ്പരയോട് നമുക്ക് കടം വീട്ടേണ്ടതുണ്ട്. ജനിച്ച് ജീവിക്കുന്ന അച്ഛനമ്മമാരെ എന്ത് ചെയ്യണം? നല്ലപോലെ ശുശ്രൂഷിക്കണം. മരിച്ചു കഴിഞ്ഞാലോ അവരെ ഓർക്കണം. വ്യക്തമാണ്? മൂന്നാമത്, ഞാനോടുകൂടി ഈ പിതൃ പരമ്പര അവസാനിക്കുന്നുണ്ടോ? എന്റെ മക്കളിലൂടെ ആ പിതൃ പരമ്പരയല്ലേ മുന്നോട്ട് പോകുന്നതാണോ? ശരി. അപ്പൊ പിതൃക്കളോടുള്ള കടം വീട്ടുന്നത് വാസ്തവത്തിൽ പിതൃയജ്ഞം അഥവാ പിതൃലോകത്തുള്ളവർക്ക് ശ്രാദ്ധമൂട്ടുന്നത് കൊണ്ട് മാത്രമല്ല. നിങ്ങൾ ഇവിടെ അച്ഛനമ്മമാരാണല്ലോ, നിങ്ങൾക്ക് വേണ്ടത് തന്നതുകൊണ്ട് മാത്രം നിങ്ങൾ തൃപ്തിയാകുമോ? അല്ല. നിങ്ങളുടെ മക്കൾ അടുത്ത കുട്ടികളെയും തലമുറയെയും ഉണ്ടാക്കി അവരെ ശ്രേഷ്ഠരായി വളർത്തുമ്പോൾ കൂടിയല്ലേ നമുക്ക് തൃപ്തി വരുന്നത്? ആണോ? അത് നിങ്ങൾക്ക് 3 നേരവും പാൽപ്പായസം തന്നുകൊണ്ട് മാത്രം നിങ്ങൾക്ക് തൃപ്തിയാവുമോ? ആവുമോ? ഇല്ല. ഇനി ചിന്തിച്ചു നോക്കൂ, നമ്മൾക്ക് തൃപ്തി ആവണമെങ്കിൽ അടുത്ത തലമുറ എന്താവണം? ജീവിച്ച് കാണിച്ചു തരണം, വേണ്ടേ? ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അടുത്ത തലമുറയെ ശ്രേഷ്ഠരായി വളർത്തുമ്പോഴല്ലേ നിങ്ങളുടെ പിതൃ പരമ്പരയ്ക്ക് സംതൃപ്തി ഉണ്ടാവുള്ളൂ? ആണോ? ഇപ്പൊ ആലോചിച്ച് നോക്കൂ, അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കൽ മാത്രമാണോ പിതൃധർമ്മം, പിതൃയജ്ഞം? അതോ തലമുറയെ വളർത്തുന്നത് പിതൃയജ്ഞം അല്ലേ? ആണോ? ആണോ? അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കണം, ജീവിച്ചിരിക്കുന്നവരെ ശുശ്രൂഷിക്കണം, ജീവിച്ചു പോയവർക്ക് പിതൃതർപ്പണാദി യജ്ഞം ചെയ്യണം, ജീവിച്ചിരിക്കുന്ന മക്കളെ നല്ല പോലെ വളർത്തുകയും വേണം. എങ്ങനെയാണ് അടുത്ത തലമുറ എന്തുള്ളവരാക്കി വളർത്താം? എന്തുള്ളവരാക്കി വളർത്തണം അടുത്ത തലമുറയെ? പറയൂ. എന്താണ് നമ്മളുടെ കുട്ടികൾക്ക് ഉണ്ടായി കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മളുടെ കാര്യം വിടാം. എന്താ? അറിവ്. ശരി. പിന്നെയോ?
അറിവ് വേണം. അറിവില്ലാതെ എന്താ കാര്യം? അറിവ് വേണം. അറിവ് തീർച്ചയായിട്ടും വേണം. അറിവില്ലാത്തവരാണോ ഈ ലോകത്ത് ഏറ്റവും തെറ്റ് ചെയ്യുന്നത്? ആണോ? അറിവുള്ളവരാണോ ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നത്? അല്ല, അറിവില്ലാത്തവരാണോ? ആരാ? അറിവുള്ളവരല്ലേ? ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കൂ. വാർത്തകൾ, പത്രങ്ങൾ, മാധ്യമങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിക്കൂ. നല്ല അറിവുള്ളവർ തന്നെയാണ് എല്ലാ തെറ്റുകളും ചെയ്യുന്നത്. ദേശദ്രോഹം, ഗ്രാമദ്രോഹം, കുടുംബദ്രോഹം, ആദ്യം തന്നെ വ്യക്തിദ്രോഹം അല്ലെ, കുടുംബദ്രോഹം, പിന്നെയോ ഗ്രാമദ്രോഹം, പിന്നെയോ ദേശദ്രോഹം, പിന്നെയോ രാജ്യദ്രോഹം, പിന്നെയോ രാഷ്ട്രദ്രോഹം അല്ലെ. ഇനി ലോകദ്രോഹം ആലോചിച്ചോക്കെ. ഇന്ത്യയിൽ ജനിക്കുക, വേറെ സ്ഥലത്ത് പോയിട്ട് ബോംബിടുക. എങ്ങനെയുണ്ട്? ഇതൊക്കെ നിങ്ങളൊന്ന് എടുത്ത് നോക്കൂ സുഹൃത്തുക്കളെ. ഇതൊക്കെ ആരാ ചെയ്യുന്നു? ഇവരെല്ലാത്തവരാ? അവനറിയില്ല കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന്. അവനൊന്നും അറിയില്ല, അതുകൊണ്ട് ചെയ്യും. അപ്പൊ അറിവുണ്ടാവണം. നമ്മുടെ കുട്ടികൾക്ക് ഒന്നും അറിയില്ല. നോക്കൂ, എല്ലാ അറിവും നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ രണ്ടറിവും നമ്മൾ കൊടുക്കുന്നില്ല. എന്തൊക്കെയാണ് അറിവ്? എന്തിനാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്. എന്താ രണ്ടറിവ്? കുട്ടി, നീ എത്രയാണ് പഠിക്കണം മോളൂ? നമോ നമഃ. PG സെക്കൻഡ് ഇയറിലുള്ള കുട്ടി പറയും എന്തിനാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അമ്മയ്ക്ക് കൊടുക്കണം. PG എന്ന് പറഞ്ഞാൽ നോക്കൂ, 10 കൊല്ലം അത് കഴിഞ്ഞ് 2 കൊല്ലം പ്ലസ് ടു അല്ലേ, അത് കഴിഞ്ഞിട്ട് ഡിഗ്രി എത്ര കൊല്ലം? 3, 5, 10, 15 അല്ലേ, അത് 2 PG സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ അല്ലേ. 17 കൊല്ലം ഈ കുട്ടി പഠിച്ചു. കുട്ടി ഇപ്പൊ പറയും എന്ത്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് പറയില്ല. അല്ല വേണ്ട, കുട്ടികൾ പഠിക്കണം എന്നാണ് നമ്മൾ. എന്നാ പിന്നെ കുട്ടികളെ ബാക്കി നിർത്താം. ഒരു രക്ഷിതാവ് പറയട്ടെ, അങ്ങനെയല്ലേ? ഇതിൽ പറയാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അമ്മ നോക്കി നിൽക്കുന്ന അമ്മയ്ക്ക് മൈക്ക് കൊടുക്കും. ഇപ്പൊ പറഞ്ഞു ഇല്ല, പറയോ? മൈക്ക് തരട്ടെ? അത് നമ്മൾക്കറിയില്ല. എന്നിട്ട് നമ്മളോട് പറയാം നിങ്ങൾ അങ്ങനെയാവണം ഇങ്ങനെയാവണം. നമ്മൾക്കേ അറിയാത്ത കാര്യമാണ് കുട്ടികളോട് പറയണത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് നല്ല കുട്ടി? പ്ലീസ് ടെൽ മീ. ഇറിറ്റേറ്റ് ചെയ്തിട്ട് പറയും ചിലപ്പോ, ഈ നിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചതിന് ഇതെങ്കിലും ഒരു ഗുണമുണ്ട്, കാരണം ദേഷ്യം വന്നാലെങ്കിലും ഇംഗ്ലീഷ് പറയും എന്ന് പറയണ്ടാവും ചിലപ്പോ അമ്മ. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് നല്ല കുട്ടി? നമ്മൾ നല്ല കുട്ടിയാണെന്ന് പറയാറുണ്ട്. എന്താ നല്ല കുട്ടി? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് നല്ല കുട്ടി? എന്താ? നമ്മൾ വരച്ച വരയിൽ നിൽക്കുന്നതാണ് നല്ല കുട്ടി? നമ്മൾ പറയുന്നത് അനുസരിക്കുന്നതാണ് നല്ല കുട്ടി? അതൊക്കെ വേണം, പക്ഷെ അത് മതിയോ? അല്ല. എന്താ വേണ്ടത്? ചിന്തിച്ചു നോക്കൂ. നമുക്ക് ഉത്തരം അറിയില്ല. നമ്മൾ പറയണു നല്ല കുട്ടിയാവണം. എന്തായാലും ഈ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ മറന്നു, ഞങ്ങൾ ചോദിക്കണം കേട്ടോ. ശരി, ഈ പിതൃ പരമ്പരയുടെ ഭാഗമാണ് എന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനം വരും. നോക്കിക്കോളൂ, നമ്മളുടെ ധർമ്മത്തിൽ ഏറ്റവും കൂടുതൽ അറിയാത്തത് മരണാനന്തര ക്രിയകളാണ് അല്ലേ. കല്യാണത്തിന് കുട്ടികൾ പറഞ്ഞു കൊടുക്കും, അവിടെ ആദ്യം മാല നീട്. ചെറുക്കനെ കണ്ട് മാലയിടാൻ തുടങ്ങി കഴിഞ്ഞാൽ കുട്ടികൾ പറയും എന്താ ഏട്ടാ തല താഴ്ത്തി കൊടുക്കുന്നു. അല്ലെങ്കിൽ ആരാദ്യം മാല ഉണ്ടല്ലോ? രണ്ടുപേരും ഒരുമിച്ച് ഇടുന്നു, എന്നാ കൈ ഒടുങ്ങിപ്പോയി. അങ്ങനെയാ? എന്നാലും കൊള്ളാം. പുരുഷനെ സ്ത്രീ സ്വീകരിക്കുകയാണ്, മരണമാല്യം അഴിഞ്ഞ് സ്വീകരിക്കുകയാണ്. ആ സമയം വരെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്ത് ചെയ്യണം, മറ്റേ സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല പറയുന്നത്. എന്ത് വേണം എന്നുള്ള തീരുമാനം ആരുടെയാ? പെൺകുട്ടിയുടെയാണ് അല്ലെ. എന്നിട്ട് നമ്മൾ എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല, അതിന് കുറെ എണ്ണം ഉണ്ട് ഇപ്പൊ പറഞ്ഞു മക്കളെ പഠിപ്പിച്ച് തെറ്റിപ്പിക്കാൻ. ഇവിടെ എന്താ അറിയാത്തവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കുറെ എണ്ണം ഉണ്ട്. എന്തൊക്കെയാ കഥകൾ. ശരി, നോക്കൂ,
ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടി കടപ്പാട് തീർക്കണം. പിതൃപരമ്പരയുടെ ആളുകളാണ് പറഞ്ഞല്ലോ അല്ലേ, സംശയമില്ലല്ലോ. രണ്ടാമതൊരു പരമ്പരയുണ്ട്, അത് ഗുരുപരമ്പരയാണ്. എന്താണ്? പിതൃപരമ്പര, ഗുരുപരമ്പര. പിതൃപരമ്പരയോടുള്ള കടപ്പാട് വീട്ടുന്നത് എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞത്, ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ യഥായോഗ്യം ശുശ്രൂഷിക്കണം. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോളൂ. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയരുതേ. നമ്മുടെ കുട്ടികൾ കേൾക്കും, അവര് അപ്പ വരച്ചിടും. അവരുടെ ഉപബോധം മനസ്സിലാക്കും, ഈ അമ്മയ്ക്ക് ഒരു പണി കൊടുക്കണം. വലുതായിട്ട് അവർ നമ്മളോടും പറയും. ഇന്ന് അതൊക്കെ തന്നെയല്ലേ കാണുന്നത്. ആലോചിച്ച് നോക്കൂ, സ്വാമി പറയുന്നത് തെറ്റാണോ? അതെന്താ? ഈ കാലഘട്ടത്തിന്റെ കുഴപ്പമല്ല, നമ്മളുടെ തെറ്റാണ്, സംശയമില്ല. ഒരു തെറ്റ് ഞാൻ പറഞ്ഞുതരാം. 30 കൊല്ലം മുമ്പത്തേക്ക് തിരിഞ്ഞു, വീട്ടില് ഒരു ശബ്ദം കേട്ടു മുറ്റത്ത്, വൈകുന്നേരം 7:30. അപ്പൊ അമ്മ പറഞ്ഞു, മോളെ അച്ഛൻ വന്നിട്ടുണ്ട്. ഉണ്ടോ? ഓർമ്മ ഉണ്ടോ അത്? എന്നുള്ള ശബ്ദം എന്തിനുണ്ടാക്കി? അവൾക്ക് ചോക്കാൻ മുട്ടിയിട്ടാ? ഒന്നുമല്ല, വെറുതെ. അങ്ങനെ അമ്മ പറയുകയാണ്, മോളെ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പൊ കുട്ടി പായല്, എന്ത് പായ? കൈതയോലയുടെ പായല്ലേ എന്ന് പണ്ടിങ്ങനെ മുടഞ്ഞുണ്ടാക്കുന്നത്. ആ പായൽ ഇതിന് കവിഴ്ന്ന് കിടന്നൊക്കെ എഴുതുക. അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ കുട്ടി, അപ്പൊ ഈ എഴുതുന്ന കുട്ടീനോട് അങ്ങനെ എണീക്കാൻ പറയാം അച്ഛൻ. അച്ഛൻ വാതിൽ തുറന്നു. വാതിൽ നമ്മളെ കുറ്റിയിട്ടുണ്ടാവും എന്നൊക്കെ 30 കൊല്ലം മുമ്പ്. കുറ്റിയുടെ ആവശ്യമില്ല, അത് ചാരി വെച്ചിട്ടുണ്ടാവും അല്ലേ? നമുക്ക് ഉറപ്പുണ്ട്, എനിക്ക് ബലമുണ്ട്, എന്റെ വീട്ടിൽ അങ്ങനെ അന്യനൊന്നും കയറി ഒന്നും ചെയ്യില്ല. ഇന്ന് നമുക്ക് എത്ര പേർക്ക് നമ്മളുടെ വീടിന്റെ വാതിൽ കുറ്റിയിടാതെ ഇരിക്കാനുള്ള ആത്മവിശ്വാസമുണ്ട്? എന്തേ ഇല്ലേ? അതെന്താ? നിങ്ങളുടെ മക്കളിലൊന്നും വിശ്വാസമില്ല? നിങ്ങളുടെ ആണുങ്ങളിലും മക്കളിലും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പെൺകുട്ടികളിലൊന്നും വിശ്വാസമില്ല? ആർക്കും ഒന്നും പറയാൻ പറ്റില്ല സ്വാമി, ഈ നാടിന്റെ ഭരണമൊക്കെ അങ്ങനെയാണ് പോണത്. അതാ പറഞ്ഞോണ്ടിരുന്നത്. എന്തായാലും കൊള്ളാം, ഇത് വേണമെങ്കിൽ തീരുമാനിച്ചു. പക്ഷേ അന്നുള്ള ആ മാനസിക ബലം ഇന്ന് ഇല്ല എന്നുള്ളത് സത്യമാണ്. എന്തായാലും ആ കുട്ടിയോട് അച്ഛൻ വാതിൽ തള്ളി തുറന്ന് ചെരുപ്പ് അവിടെ വെച്ച് കയറി വന്നപ്പോ അമ്മ പറയാണ്, എന്താ പറയണത്? എണീക്ക് മോളെ, അല്ലേ? ശരി. അത് അച്ഛൻ എന്ത് പറഞ്ഞു? എണീക്കാൻ പറഞ്ഞോ? ഒന്നും മിണ്ടാണ്ട് പോയോ? അല്ല എണീക്കണ്ടെന്ന് പറഞ്ഞോ? എന്താ പറഞ്ഞ അച്ഛൻ? അന്ന് കുറെ മുമ്പാണ്, ഇപ്പോഴല്ല. ഇപ്പൊ ആർക്ക് എണീക്കണമെന്ന്, ആർക്ക് പറയണമെന്ന്, ആര് വന്നെങ്കിലും ആര് പോയെങ്കിലും. I am sitting in my world. It's my world. അല്ലേ? അതിന്റെ അപ്പുറത്തേക്ക് ലോകമൊന്നുമില്ല. അന്ന് ഈ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തിനാ അവളെ എണീപ്പിക്കുന്ന, അവൾ പഠിക്കല്ലേ. ഓർമ്മ ഉണ്ടോ? അത് ഓർമ്മയുണ്ടോ ഇല്ലയോ? അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ? ആ പ്രയോഗം ശരിയോ തെറ്റോ? ഇതിൽ അമ്മയുടെ ഭാഗത്താണോ? ഇറിറ്റേറ്റ് ചെയ്ത് അമ്മ എന്ന് പറഞ്ഞ് എണീക്കടി എന്ന് പറഞ്ഞ് ഒറ്റ വലി കൊടുത്താൽ ആ കുട്ടി ഇറിറ്റേറ്റ് ചെയ്ത് ഓർമ്മല്ല, അമ്മേ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഭാഗത്താണോ അതോ അച്ഛന്റെ ഭാഗത്താണോ? നിങ്ങൾ അച്ഛന്റെ ഭാഗത്തല്ലേ? അച്ഛൻ വളരെ ശരിയായ ഒരു കാര്യം പറഞ്ഞു, പഠിക്കല്ലേ, എന്തിനാ അല്ലേ? അതാണ് ശരി. ആ ശരിയാണ് അന്നത്തെ തെറ്റ്. ആ ശരി തെറ്റാണ് നമ്മൾ അറിഞ്ഞില്ല. മനസ്സിലായില്ല? അച്ഛൻ വന്നാലല്ല, ആര് തന്നെ മുതിർന്നവർ വീട്ടിലേക്ക് വരുമ്പോഴും ഭവ്യമായ മര്യാദ, സമ്പ്രദായം പാലിക്കണം എന്ന് നമ്മൾ മറന്നുപോയില്ലേ? മറന്നുപോയോ? അപ്പൊ എന്ന് തുടങ്ങി നമുക്ക് തെറ്റ്? ഇന്നലെയാണോ? മിഞ്ഞാന്നാണോ? 30 വർഷം മുമ്പ് എന്ന് വിചാരിച്ചോളൂ. 30 എന്നാലും മിനിമം അന്ന് തുടങ്ങിയ ചെറിയ 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 തെറ്റുകൾ നമ്മൾ അങ്ങനെ തുടർന്നു പോകും. ഇന്നത് വലിയ അവസ്ഥകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുത്തിയേ പറ്റൂ. ഒരുമിച്ച് തിരുത്തണം. ഇനി ആർക്കും ആരെയും നിർദ്ദേശിക്കാനോ ഉപദേശിക്കാനോ സാധിക്കില്ല. ഒരുമിച്ച് തിരുത്തണം. നമുക്ക് ഒരുമിച്ച് തിരുത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ?
ഒരുമിച്ച് തിരുത്തുന്നതിന്റെ ഒന്നാമത്തെ പ്രാക്ടിക്കൽ, ഒന്നാമത്തെ പ്രായോഗികത ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലാണ്. എന്ത്? എത്ര വീടുകളിൽ ഒരു നേരമെങ്കിലും, കള്ളം പറയട്ടെ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്? മതി 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 മതി, ഇനി പൊക്കിയാലത് അവനവനോട് തന്നെ ചെയ്യുന്ന നീതികേടായിരിക്കും. വളരെ കുറവാണ്. ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുള്ളൂ. അതാണ് മനസ്സിലായോ? ഇതാരാ സ്റ്റാർട്ട് ചെയ്യണ്ടേ? വീട്ടിലെ മുതിർന്ന കാരണവർ വന്നിട്ട് നാളെ തൊട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ മുത്തശ്ശന് വേറെ പണിയൊന്നുമില്ല. നമ്മുടെ കുട്ടികൾ, നമ്മുടെ വീടുകളിലുള്ള എല്ലാവരെയും അനുസരിപ്പിക്കാൻ കഴിയുന്നത് ആർക്കാന്ന് അറിയാം? ആർക്കാ? പെൺകുട്ടികൾക്കാണ്. ആർക്കാണ്? ആണോ അല്ലയോ? ആണോ? മുത്തശ്ശനെ മുതൽ ചെറിയ കുഞ്ഞുകുട്ടിയെ വരെ അങ്ങനെ അല്ല കുഞ്ഞാവ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആർക്ക് കഴിയും? ഒരു ചേച്ചിക്ക് കഴിയും. ഒരു ഡിഗ്രി PG ഒക്കെ പഠിക്കുന്ന ചേച്ചി ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. അത്ര പോലും നമുക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് സ്വാമിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ അമ്മമാരും കുട്ടികളും പെൺകുട്ടികളും ചേർന്ന് നിങ്ങളുടെ വീട്ടിൽ നാളെ മുതൽ നമ്മുടെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും എന്ന് തീരുമാനിക്കും. ആ മോള് പറഞ്ഞോളൂ അച്ഛനോട്, 9 മണിയാകുമ്പോൾ വന്നിട്ടില്ല ഞങ്ങൾ കഴിക്കൂട്ടോ, പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞാൽ ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ അടി ഉറപ്പാ, മക്കള് പറഞ്ഞ അടിയൊന്നും കിട്ടില്ല. അതാ അച്ഛൻ അനുസരിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് പ്രശ്നമില്ല, എന്ത് കഴിക്കുന്നു എന്നുള്ളത് പ്രശ്നമില്ല. ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നവർ മാത്രമല്ല ഹിന്ദുക്കൾ, അരി മാത്രം കഴിക്കുന്നവർ, അങ്ങനെയൊന്നും ഇല്ല. എന്താണെങ്കിലും പക്ഷെ അവനവന്റെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവ് നോക്കണം. എന്താണ്? യു ക്യാൻ പ്രിപ്പയർ യുവർ ഫുഡ്. നിങ്ങളുടെ ഫുഡ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അല്ലാതെ അതിന് മറ്റുള്ളവന്റെ സഹായം തേടി പോകരുതേ ദയവ് ചെയ്ത്. ബാക്കി ഞാൻ അവിടെ പരസ്യമായിട്ട് പറയുന്നില്ല. കഴിയോ? നിങ്ങൾക്കുള്ള ഫുഡ് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അതാണ് നിങ്ങൾ ബലവാന്മാരാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബലമില്ല. വെണ്ടയ്ക്ക മുറിക്കുമ്പോൾ പേടിയുണ്ടോ? പ്രശ്നമുണ്ടോ? തക്കാളി മുറിക്കുമ്പോൾ പ്രശ്നമുണ്ടോ? കിഴങ്ങ് മുറിക്കുമ്പോൾ പ്രശ്നമില്ലല്ലോ. ഇവിടെ പ്യുവർ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? പ്യുവർ വെജിറ്റേറിയൻ സിദ്ധാർത്ഥം. അപ്പൊ നമ്മൾ നോൺ വെജ് കഴിക്കുന്നവരാണല്ലോ അല്ലേ? ഈ നോൺ വെജ് നമ്മളാണോ പ്രിപ്പയർ ചെയ്യുന്നത്? 100% നമ്മളാണോ? അതെന്താ കഴിയാത്തെ? അതെന്തുകൊണ്ട് കഴിയുന്നില്ല? യു ക്യാൻ മേക്ക് യുവർ ഫുഡ് യുവർ സെൽഫ്. നിങ്ങൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എവിടെയോ എന്തോ ഒരു കുഴപ്പം വന്നിട്ടുണ്ട്. ആണോ? ആണല്ലോ. ഞാൻ ഹംസാനന്ദപുരി. എനിക്ക് ഭക്ഷണം തയ്യാറാക്കാൻ കഴിയുന്ന ഭക്ഷണം മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. എനിക്ക് തയ്യാറാക്കാൻ കഴിയുന്ന ഭക്ഷണമേ കഴിക്കുന്നുള്ളൂ. വേറൊരു വീട്ടിൽ നിന്ന് ഞാൻ കഴിക്കുന്നുണ്ടാവും. ആ ഭക്ഷണം വേണമെങ്കിൽ എനിക്ക് മുറിക്കുന്നതിനോ വറക്കുന്നതിനോ പൊരിക്കുന്നതിനോ ഒന്നും ഒരു വിഷമമില്ല. ആസ് എ സന്യാസി ഓക്കെ, ഞാൻ കുക്ക് ചെയ്യും. എനിക്ക് കഴിയുന്ന നന്നായി കുക്ക് ചെയ്യും. എനിക്ക് മുറിക്കുമ്പോൾ വേദനയില്ല, വെണ്ടയ്ക്ക മുറിക്കുമ്പോൾ വിഷമമില്ല, അതുകൊണ്ട് ഞാൻ വെണ്ടയ്ക്ക മുറിക്കുന്നു. എനിക്ക് ചിലതൊക്കെ മുറിക്കുമ്പോൾ വിഷമമാണ്, അതുകൊണ്ട് ഞാൻ മുറിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾക്ക് മുറിക്കാൻ വയ്യ, വിഷമമാണ്, എന്നാലും തിന്നണം. അതൊരു നീതികേടല്ലേ? എന്തോ അത് ശരിയാണോ? അത് നിങ്ങളൊന്ന് ആലോചിച്ചു. ലോകത്തിലെ എല്ലാ ജീവികളും അവർക്കുള്ള ഭക്ഷണം തേടുന്നില്ലേ? മനുഷ്യൻ മാത്രം എന്തിനാ അതിലൊരു കോൺഫ്ലിക്റ്റ്, ഒരു ഇന്നർ കോൺഫ്ലിക്റ്റിന്റെ ആവശ്യമുണ്ടോ? എപ്പോൾ അത് ഇന്നർ കോൺഫ്ലിക്റ്റ് വരുന്നു, അത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടോ? പിന്നെ നിൽക്ക്. മനസ്സിലായില്ല? ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും ഈ പറഞ്ഞതിന്റെ അർത്ഥം വെണ്ടയ്ക്ക തക്കാളി മാത്രം കഴിക്കണം എന്നാണോ? അല്ലല്ലോ. മിനിമം നമ്മുടെ ഭക്ഷണം തയ്യാറാക്കാനുള്ള കരുത്തെങ്കിലും നമ്മൾ നഷ്ടപ്പെടുത്തരുതേ, ദയവ് ചെയ്ത്.
മനസ്സിലായില്ല? നമ്മുടെ ഭക്ഷണം തയ്യാറാക്കാനുള്ള കരുത്ത്, ആത്മബലം നഷ്ടപ്പെടുത്താൻ പാടുണ്ടോ? ഉണ്ടോ? ഇത്രേ പറഞ്ഞു. എന്ത് പറഞ്ഞപ്പോഴാ? ഒരുമിച്ചിരുന്ന് ഒരു നേരം നമ്മൾ ഭക്ഷണം കഴിക്കണം. രാത്രി ഒരു നേരം ഭക്ഷണം കഴിക്കാൻ സാധിക്കുമോ നമുക്ക് ഒരുമിച്ച്? ഈ നേരത്തെ പറഞ്ഞാൽ കിട്ടുള്ളൂ കേട്ടോ. ഒരു നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുമെങ്കിൽ രാത്രി എങ്ങനെ ഭക്ഷണം കഴിക്കേണ്ടത്? വീണ്ടും വീണ്ടും ഉണ്ടാക്കണോ? നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട്? 5 പേരുണ്ട് അല്ലേ? ആ 5 പേർക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ എത്ര വേണമെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അറിയാമോ? നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരുടെ എത്ര എത്ര കഴിക്കുന്നവരാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? പണ്ട് ദൈവം സൃഷ്ടിച്ചു അത്രേ ഒരാളെ. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ദൈവത്തിന് ഓർമ്മ വന്നത്, അയ്യോ ഇവനൊരു ഇണ വേണമല്ലോ എന്ന്. അപ്പൊ അതിന്റെ ആര്യല് വലിച്ചിട്ടിട്ട് വേറെ ഒന്നിനുണ്ട്. ഇതെന്ത് ദൈവം? അങ്ങനെയല്ല. അതിനേക്കാളും നമ്മൾ അമ്മമാർ പെർഫെക്റ്റ് ആണ്. കാരണം എന്റെ ചെറിയ കുട്ടിക്ക് എത്ര ഭക്ഷണം വേണമെന്ന്, എന്റെ വലിയ കുട്ടിക്ക് എത്ര ഭക്ഷണം വേണം, എന്റെ ഭർത്താവ് എത്ര കഴിക്കും, എന്റെ അച്ഛൻ എത്ര കഴിക്കും, അമ്മ എത്ര കഴിക്കും ഒക്കെ ഒരു അമ്മയ്ക്ക് അറിയാം ഇല്ലേ? ആ രീതിയിൽ ഭക്ഷണം തയ്യാറാക്കുക. ഇനി നമ്മുടെ വീട്ടിൽ പശുക്കളോ പക്ഷികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ കണ്ടുണ്ടാക്കുക. രാത്രി ആരെങ്കിലും വരാനുണ്ടെന്ന് തോന്നിയാൽ, മനസ്സിൽ തോന്നിയാൽ അവർക്കുള്ള ഉണ്ടാക്കുക. അല്ലാതെ രാത്രി ഒരിക്കലും ഭക്ഷണം ചെയ്തുകൊണ്ടേ ഇരിക്കരുതേ. പല വീടുകളിലും നമുക്ക് അനുഭവം ഉണ്ട്. അമ്മ സെർവന്റ് ആണ്. ഹോട്ടലിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ? എന്താ പറയാ? ഹോട്ടലിൽ കൊണ്ടുതരുന്ന ആൾക്കാർക്ക് വേറല്ലേ? ഇതിങ്ങനെ കൊണ്ടുവയ്ക്കും മക്കൾക്കില്ല ചട്ടുകത്തിൽ. എനിക്ക് ഒന്നും കൂടി അറിയുമ്പോ ഒന്ന്, ഈ അമ്മ എപ്പോഴാ കഴിക്കുന്നത്? അമ്മ എല്ലാം കഴിഞ്ഞ് പിന്നെ ഇവരെല്ലാം മറ്റേ പെട്ടിയുടെ മുമ്പിൽ ഇരിക്കുമ്പോ അമ്മ ഇങ്ങനെ കഴിക്കുകയും ഒറ്റയ്ക്ക്. ഒരിക്കലും നമ്മുടെ രീതി അതല്ലേ. നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമേ. എല്ലാവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു, നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. മനസ്സിലായോ? അതിൽ കുറവാണെങ്കിലോ എന്ത് ചെയ്യേണ്ടത്? അത്ര മതി. ഇന്ന് രാത്രി ഭക്ഷണം കുറച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോ നമ്മള് രാത്രിക്കത്തെ കാര്യം മാത്രമാണ്. പകല് ഇഷ്ടം പോലെ ഉണ്ടാക്കണം, എല്ലാവർക്കും കൊടുക്കണം. രാത്രി നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നു എന്ന് വിചാരിച്ചു, വിശന്ന് വന്നു ഒരാൾ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കി വെച്ചതിൽ നിന്നും ഒരു പങ്ക് അതിഥിക്ക് കൊടുക്കണം. അപ്പൊ നമ്മളുടെ ഭക്ഷണം കുറയും, അതിഥിക്ക് സന്തോഷമാണ്. ഇതാണ് ത്യാഗം. അല്ലാതെ കുറെ ഉണ്ടാക്കി നാളെ കളയാനുള്ളത് വരെ ഉണ്ടാക്കിയിട്ട് അതിഥിക്ക് കൊടുക്കുന്ന രീതി ഉണ്ടാവരുത്. ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പാടില്ല. അന്നം നിന്ദ്യാത് തദ് വ്രതം, അന്നം ബഹുകുറുവീത എന്ന് വേറൊരു മന്ത്രമുണ്ട്. അന്നത്തെ നിന്ദിക്കരുതേ. അതുകൊണ്ടാണ് പറയുന്നത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, ഉണ്ടാക്കി വെക്കണം. തീന്മേശ എല്ലാ വീട്ടിലും ഉണ്ടില്ലേ? ഇപ്പൊ മേശയില്ലേ ഭക്ഷണം കഴിക്കാൻ? എന്താ ഡൈനിങ് ടേബിൾ എല്ലാ വീട്ടിലുണ്ട്, തീന്മേശ. അവിടെ ഇരിക്കുന്നു, ഭക്ഷണം എല്ലാവർക്കും വിളമ്പുന്നു, കഥ പറയുന്നു. കഥ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ പറയുന്നു. പണ്ട് നമ്മളെല്ലാം പറഞ്ഞ് പരിശീലിച്ചൊരു കാര്യം, ആരും മിണ്ടരുത് ഭക്ഷണം കഴിക്കും. ഈ സാധനം അതൊക്കെ കാണാൻ കുഴപ്പമില്ല, മിണ്ടാൻ പാടില്ല എന്നാണ്. ആധുനിക ലോകത്ത് നമ്മൾ ചില കാര്യങ്ങളെ, പുതിയ കാര്യങ്ങളെ ശാസ്ത്രീയമായി അനുധാവനം ചെയ്യണം, പിന്തുടരണം. പെട്ടി പൂട്ടാൻ മറന്നു പോകരുതേ. പെട്ടി പൂട്ടാൻ മറന്നു പോകരുതേ. എന്നിട്ടോ നാളെ എനിക്ക് തൊഴിലുറപ്പുണ്ട് അമ്മ പറയും, അച്ഛൻ പറയണ എനിക്ക് കോഴിക്കോട് വരെ പോവാണ്ട്. അപ്പൊ മക്കളും പറയും അവർക്ക് നാളെ ക്ലാസ്സിൽ മീറ്റിംഗ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ വേറെ ഒരു കാര്യമുണ്ട്. ഇതൊക്കെ മക്കൾ പറയണമെങ്കിൽ ആദ്യം നമ്മൾ അച്ഛനമ്മമാർ പറയണ്ടേ? വേണം. എന്നിട്ട് കുട്ടികൾ പറയും, എത്ര അനുഭവം സ്വാമി, മോളിപ്പോ പഴയ പോലെ ഒന്നും പറയുന്നില്ല. പഴയ പോലെ ഇങ്ങനെ പറയാം, നിങ്ങളെന്തോ മറ്റേ. എന്തുകൊണ്ട് കുട്ടികൾ പറയുന്നില്ല? നമ്മൾ കുട്ടികളോട് നമ്മളുടെ വീട്ടിലുള്ള ആശയങ്ങൾ അവിടെ പൊതുവായി ചർച്ച ചെയ്യുന്നില്ല. വൈകുന്നേരത്തെ ഒരു നേരത്തെ വേദി ഭക്ഷണം കഴിക്കുന്ന സമയം നമ്മുടെ വീട്ടിലെ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ, ഇതൊരു പുതിയ ആശയമാണല്ലോ. ആണോ? നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ? ആരുമില്ലേ ഇവിടെ? ഹലോ ഭായിമാരെ, ആരുമില്ലേ? ഉണ്ടോ? ഇതൊന്ന് പ്രാക്ടിക്കലാക്കാൻ പറ്റുമോ? സ്വാമി ഇവിടെ ഒരു സംഗതി പ്രാക്ടിക്കലാക്കാൻ പറ്റാത്ത ഒരു കാര്യം ഇവിടെ പറയില്ല. ഇത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ശ്രമിച്ചാൽ സാധിക്കും. അങ്ങനെയുള്ളൊരു നൈവക്കി ശ്രമിച്ചാൽ സാധിക്കാവുന്നതേ ഉള്ളൂ. അല്ല, അപ്പൊ നമ്മൾ നേരത്തെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കാണെങ്കിൽ 8:30 പിടിക്കുക, 9 ഉണ്ടെങ്കിൽ ലേശം കൊണ്ട് എല്ലാവർക്കും പറ്റുന്ന ഒരു സമയം കണ്ടെത്തുക അല്ലേ. അപ്പൊ എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കരുതാണോ? വന്നവർ ഒരുമിച്ച് കഴിക്കുക. പ്രത്യേക സാഹചര്യങ്ങളെ കൊണ്ട് ചിലപ്പോൾ വീട്ടിൽ എത്താൻ വൈകുന്നവരൊക്കെ ഉണ്ടാവും, പക്ഷെ ശീലാക്കരുത്.
രാത്രി ഒരു നേരത്തെ ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കണം. മനസ്സിലായില്ല? ആ സമയത്ത് ഇന്നലെകളുടെ കാര്യങ്ങളും നാളത്തെ കാര്യങ്ങളും ചർച്ച ചെയ്യണം. നോക്കൂ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ അമ്മയ്ക്കറിയാം മകളുടെ കണ്ണു മുഖം കണ്ടറിയില്ല. മകൻ്റെ കണ്ടറിയും, ഭർത്താവിന്റെ കണ്ടറിയും, അവനവനെ കാണാൻ കണ്ണാടി നോക്ക്. ശരി, അതൊക്കെ വേറെ വിഷയം. ശരിക്കും നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും തുടങ്ങും. വ്യക്തമാണോ? ഇതില്ലാതെ നമ്മുടെ സമാജത്തിലെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനോളം വലിയൊരു മണ്ടത്തരം ഇല്ല. എന്ത് പ്രസംഗിച്ചിട്ടും കാര്യമില്ല. എന്ത് നമ്മളിപ്പോ ഇതിലൊക്കെ കാണുന്നുണ്ട് ഇഷ്ടംപോലെ വീഡിയോസ്. നമ്മുടെ സമാജത്തിന്റെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാ പറയുന്നത്. പ്രശ്നങ്ങളെ കുറിച്ചല്ല സ്വാമി പറയുന്നത്, പരിഹാരത്തെ കുറിച്ചാണ്. ആ പരിഹാരത്തിന്റെ ഒന്നാമത്തെ പരിഹാരമാണ് ഇന്നത്തെ കറന്റ് സിറ്റുവേഷനിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. എത്തായോ? ചെയ്യാമോ? ഒന്ന് ചെയ്ത് നോക്കൂ, അപ്പൊ കാണാം. ഒരു 3 മാസം പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, അപ്പൊ കാണാം പരിവർത്തനം. എന്നിട്ട് നെഗറ്റീവായിട്ടുള്ള ആശയങ്ങളെ പറയില്ല, പോസിറ്റീവായിട്ടുള്ള ആശയങ്ങളെ പറയും കൂടുതൽ. എന്ന് ചിന്തിച്ചു, പ്രോത്സാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വെച്ചിട്ട് കോലാഹലം ഉണ്ടാക്കണം എന്നല്ല പറയുന്നത്. എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഇനി അതിന്റെ മുമ്പ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും കൂടെ ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതെല്ലാവർക്കും അറിയാമോ? ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചൊക്കെ അറിയുന്നു. ഈ കുട്ടികൾ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇവിടുത്തെ കുടുംബങ്ങളിൽ ഒരു സംസ്കാരമുണ്ടെന്ന്. കാലങ്ങളെ കൊണ്ട് നമുക്ക് വന്നു ചേർന്നിട്ടുള്ള കുറെ അറിവുകളൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ ഒന്നും കൂടി പൊടി തട്ടി എടുത്താൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവും. ആത്മവിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ശരിയാണോ? ശരിയല്ലേ? ആണ്. അപ്പൊ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഈ മന്ത്രം ചൊല്ലുക, ഓം സഹനാവവതു, നമ്മൾ ഒരുമിച്ച് രക്ഷിക്കപ്പെടട്ടെ. സഹനൗ ഭുനക്തു, ഒരുമിച്ച് ഭുജിക്കപ്പെടട്ടെ. നമുക്ക് ഒരുമിച്ച് ആഹാരങ്ങളായിക്കോട്ടെ, എന്തായാലും ഇതിന് ആധ്യാത്മികമായ അർത്ഥമൊക്കെ ഉണ്ട്. അതൊന്നും നമ്മളിപ്പോ ചിന്തിക്കേണ്ട. സഹവീര്യം കരവാവഹൈ, നമുക്ക് ഒരുമിച്ച് വീര്യമുണ്ടാവട്ടെ. തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ, തേജസ്വികളായിട്ട് അറിവുള്ളവരായിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി. നമുക്ക് 3 തരത്തിലുള്ള ശാന്തി ഉണ്ടാവട്ടെ. ആധി ഭൗതികം, ആധി ദൈവികം, ആധ്യാത്മികമായ 3 തരത്തിലുള്ള ശാന്തികളും നമുക്ക് ഉണ്ടാവട്ടെ. എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് സ്വാമി പറഞ്ഞു, നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നുള്ള പ്രശ്നമല്ല. വെജ് കഴിക്കുന്നോ നോൺ വെജ് കഴിക്കുന്നോ ഒന്നും പ്രശ്നമില്ല. ഈ മന്ത്രം ചൊല്ലുന്നതിന് ഉറപ്പിച്ചോളൂ, കഴിച്ചോളൂ. അങ്ങനെ കഴിച്ചിട്ട് മന്ത്രം ചൊല്ലിക്കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ 1950, അതിന്റെ മുമ്പിൽ 52 96 45 ഇതാണ് നമ്പർ. ശരി, എന്തായാലും റെക്കോർഡ് വന്നിട്ട് വിളിക്കുന്ന വേറെ കൂട്ടരെ. ഈശ്വര, എന്തായാലും പറഞ്ഞുകൊണ്ട് വരുന്നത് ഒന്നാമത്തെ പരിഹാരം, വേറൊരു പരിഹാരം ഇല്ല. വഴിപാട്, പ്രാർത്ഥന, പൂജ, എന്തൊക്കെയാ, ജ്യോതിഷിയുടെ അടുത്ത് പോയി, അവിടെ പോയി, ഇവിടെ പോയി, അതൊക്കെ വേണ്ടാന്ന് സ്വാമി പറയുന്നില്ല. പക്ഷെ ഈ പരിഹാരം നമ്മൾ ചെയ്താൽ ബാക്കിയുള്ള എല്ലാ പരിഹാരങ്ങളും സംഭവിക്കും. രണ്ടാമത്തെ പരിഹാരം ഒരുമിച്ചിരുന്ന് ജപിക്കുക. ഒരു വീട്ടിൽ പറയുന്നത് കേൾക്കുക. വൈകുന്നേരം 6 മണിയായി, വിളക്ക് കത്തിക്കണില്ലേ, വിളക്ക് കത്തിക്കണില്ലേ, എവിടുന്നോ വിളിച്ചു പറയാം അമ്മ, വിളക്ക് കത്തിക്കണില്ലേ. അപ്പൊ കുട്ടി കത്തിക്ക, അങ്ങനെ കത്തിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ശബ്ദവും കേൾക്കുന്നില്ല. അപ്പൊ അടുത്ത ഒരു 10 മിനിറ്റ് കഴിയും, നാം ജപിക്കില്ല. അതിങ്ങനെന്നല്ലേ, നീട്ടിയ നാമം ജപിക്കില്ലേ. ഓ, ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ശ്രീ, ആലോചിച്ച് നോക്കണേ. അപ്പൊ ഈ അമ്മയ്ക്ക് എന്താ പരിപാടി അവിടെ? കുട്ടികൾ എന്താ നാമജപയന്ത്രങ്ങളാണ്? ആണോ? കുട്ടികൾ നമ്മുടെ നാമജപയന്ത്രങ്ങളാണോ? ആണോ അല്ലയോ? ആണ്.
നോക്കൂ, നമ്മൾ ചിലതൊക്കെ അനുശീലിച്ചേ പറ്റൂ. നമുക്ക് ഉയർന്നൊരു കമ്പനിയിൽ ജോലി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ത്യാഗം സഹിക്കില്ലേ? ഇല്ല. രാവിലെ എഴുന്നേൽക്കില്ലേ? ഇല്ല. നമ്മൾ ഡ്രസ്സ് നമ്മൾ മേക്കപ്പ് ചെയ്ത് മേക്ക് ഓവർ ചെയ്ത് നമ്മൾ ഇന്റർവ്യൂവിന് പങ്കെടുക്കില്ലേ? നിങ്ങളോട് ഈ കമ്പനിയിൽ സ്ഥിരം ജോലി തരണമെങ്കിൽ രാവിലെ 7:30 നിങ്ങൾ എത്തണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തില്ലേ? എന്ത് ത്യാഗവും സഹിക്കും. ജീവിതത്തിൽ നമ്മൾ ഉയരത്തിലെത്തണമെങ്കിൽ ഇതുപോലെ ചില അനുശീലനങ്ങൾ നമുക്കുണ്ടാവണം. എന്താണ് അനുശീലനം എന്ന് പറഞ്ഞാൽ നമ്മൾ ശീലിക്കുക. അതില്ലാതെ നമുക്ക് എവിടെയും എത്താൻ സാധിക്കില്ല. ഹിന്ദു സമാജത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കുടുംബയോഗങ്ങൾ നിരവധി സംഘടിപ്പിക്കപ്പെടണം. നിരവധി. ഈ ഗ്രാമത്തിൽ നമ്മൾ ഒത്തുചേർന്നു, തൊട്ടടുത്ത ഗ്രാമത്തിൽ ഇതുപോലെ വലിയ മൈക്കൊന്നും വേണമെന്നില്ല, ഒരു 50 പേര് കേൾക്കാനുള്ള സൗകര്യം മതി. ഇങ്ങനെ നിരവധി കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ എല്ലാവരും ഒരുപോലെ ചിന്തിക്കും. ശരിയാണോ? ഇങ്ങനെ ഒരേപോലെ ചിന്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ചിന്തയിൽ നിന്നും ചില പ്രായോഗികതകൾ ആവിർഭവിക്കപ്പെടും. അല്ലേ? പ്രാക്ടിക്കാലിറ്റി ഉണ്ടാവില്ല? ഉണ്ടാവും. അല്ലാതെ നമ്മൾക്ക് ഒരിക്കലും ലോകത്തിൽ ഒരാൾക്ക് മാത്രമായിട്ട് ഉയരാനും വളരാനും സാധിക്കില്ല. സമാജത്തിന് ഒരുമിച്ച് ഉയരാനും വളരാനും സാധിക്കും. അല്ലെങ്കിൽ സ്വാർത്ഥത കൊണ്ട് കുറെ ആള് ധനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അത് ഉയർച്ചയും വളർച്ചയും, അത് മാത്രമല്ല ഉയർച്ചയും വളർച്ചയാണോ? കുറെ ധനം ഉണ്ടാവുന്നത് ഉയർച്ചയും വളർച്ചയാണോ? വലിയ ധനവാന്മാരുടെ വീടുകളിൽ സംസ്കാരം ഉണ്ടാവും? ഇല്ല. അമ്മ പറഞ്ഞു കുട്ടികൾക്ക് നേരത്തെ അറിവുണ്ടാവണം എന്ന് പറഞ്ഞു. അറിവ് വേണോ സംസ്കാരം വേണോ? ഏതാ വേണ്ടത്? അറിവുണ്ട്, സംസ്കാരം ഇല്ല. അപ്പോഴോ പറ്റുമോ? അറിവ് കുറച്ച് കുറവാണ്, നല്ല സംസ്കാരമുണ്ട്. ഏതാ വേണ്ടത്? ഇതൊക്കെ പെണ്ണ് കിട്ടുന്ന സമയത്ത് പറയേണ്ട കാര്യമില്ലേ? ഓ, കല്യാണം കഴിക്കുമ്പോ സംസ്കാരം വേണം, അല്ലെങ്കിൽ പുതിയൊരു പെൺകുട്ടിയെ നോക്കുമ്പോൾ സംസ്കാരം വേണം, അല്ലെങ്കിൽ ആൺകുട്ടിക്ക് സംസ്കാരം വേണം. സാധാരണ രീതിയിൽ അതൊന്നും വേണ്ട. നോക്കൂ, അറിവ് വേണം, വേണ്ടെന്നല്ല പറയുന്നത്. അറിവിനേക്കാൾ കൂടുതൽ സംസ്കാരം വേണം. എന്താ സംസ്കാരം എന്ന് പറഞ്ഞാൽ? എന്താ? വിശുദ്ധി. എന്താണ്? വിശുദ്ധിക്കുള്ള ഹേതുവാണ് സംസ്കാരം. പരിശുദ്ധി, വിശുദ്ധി. അല്ലേ? ഏത് ഗർഭപാത്രത്തിലാണ് ഏറ്റവും നല്ല മക്കൾ ജനിക്കുക? ഏത് ഗർഭപാത്രത്തിലാണ് മഹാത്മാക്കൾ, ശ്രേഷ്ഠരായ മക്കൾ ഏത് ഗർഭപാത്രത്തിൽ ജനിക്കും? പറയൂ. ശുദ്ധമായ, പവിത്രമായ, പരിശുദ്ധമായ ഗർഭപാത്രത്തിൽ ഈശ്വരീയ സന്താനങ്ങൾ ജനിക്കും. ശരിയാണോ? ബാക്കി ആലോചിച്ച് മനസ്സിലായിക്കൊള്ളുക. പലതിനും നമുക്ക് ഉത്തരം കിട്ടാത്തുമ്പോൾ ഈ ഉത്തരം ഒരു പരിധിവരെയൊക്കെ സഹായിക്കും. എന്ത്? അതുകൊണ്ട് നമ്മളല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയിലും പോകരുത്. നമ്മളല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയിലും പോകരുത്. അറിവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും കൂടുതൽ നാം നമ്മളായി മാറണമേ. അറിവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും നാം കൂടുതൽ ആരായി മാറണം? നമ്മളായി മാറണമേ. മറ്റവനായി മാറാൻ സാധിക്കില്ല ഒരാൾ. കഴിയോ? വേഷം കെട്ടിയ വേറൊരാളാവോ? ഒരു വേഷം കെട്ടിയില്ലെങ്കിലും നമ്മൾ തന്നെയായിരിക്കും. നമുക്ക് നമ്മളായേ പറ്റും. നമ്മുടെ വേരുകളിൽ നമുക്ക് വെള്ളമൊഴിക്കാൻ സാധിക്കണം. എന്താണ്? നമ്മളുടെ വേരുകളിൽ വെള്ളമൊഴിക്കാൻ സാധിക്കും. ആ വേരുകളിലുള്ള വെള്ളമൊഴിക്കലാണ് നേരത്തെ പറഞ്ഞ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ. രണ്ടാമത് ഒരുമിച്ചിരുന്ന് ജപിക്കൽ. വിളക്ക് കത്തിച്ച് കുറെ നേരം ജപിക്കണ്ട, മാക്സിമം അരമണിക്കൂർ ജപിക്കാൻ പറ്റുമോ? മാക്സിമം ആണ്. ഏതൊക്കെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നുണ്ട്? നാമം ജപിക്കാറുണ്ടോ? അധികം മാത്രം. കേവലമായിട്ട് ഇപ്പൊ എല്ലാ വീടുകളിലും വിളക്കൊക്കെ കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം മുമ്പത്തെ പോലെ ഒന്നും അല്ല, എണ്ണയ്ക്ക് തിരിക്കുന്നപ്പോൾ വലിയ പ്രയാസം നമുക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ 20-30 വർഷം മുമ്പുള്ള ദാരിദ്ര്യം നമുക്കുണ്ടാവും. വെറുതെ പറയും. ചില ആൾക്കാർ, ഭരണകർത്താക്കളൊക്കെ ഉണ്ടാക്കുന്ന ദാരിദ്ര്യം അല്ലാണ്ട് ഒന്നുമില്ലല്ലോ. അത് ഉറപ്പിച്ചാൽ മതി. അപ്പം അല്ലാതെ
സാമൂഹികമായിട്ട് അത്ര വലിയ ദാരിദ്ര്യമൊന്നുമില്ല. ഇനി ഒന്നുകൂടെ പറയാം, ഉള്ളത് വിറ്റ് തുലയ്ക്കരുതേ. ഉള്ളത് വിറ്റ് തുലച്ചിട്ട് അടുത്ത പ്രാവശ്യം ബലിയിടാൻ പോവില്ലേ നമ്മൾ? പോയില്ല. എല്ലാ പ്രാവശ്യവും ആക്കെയാണ് പിതൃ ബലി ഇടാറ്, തർപ്പണം. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ ചെയ്തു എന്നാ പറഞ്ഞത്. എന്താ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റി? ഇവിടെ അവിടെ ചെയ്തു. അപ്പൊ ഇനി വിറ്റ് തുലച്ചിട്ട് ബലിയിടാൻ പോകുന്ന സമയത്ത് ഈ ഭാഗത്തുനിന്ന്, ഇടത് ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ ഒക്കെ വലത് ഭാഗത്തുനിന്ന് പിന്നെന്താണെന്ന് കുട്ടി കൊടുക്കുക. കുറച്ചുകൂടെ ഇവിടുന്ന് ഇങ്ങനെ കേൾക്കാൻ. വിറ്റ് തുലച്ചിട്ട് വന്നിരിക്കും വെള്ളം തരാൻ. എന്താണ്? വിറ്റ് തുലച്ചിട്ട് വന്നിരിക്കുക വെള്ളം തരാൻ. മനസ്സിലായോ? ഇതുവരെ കേട്ടില്ലല്ലോ സ്വാമി. അടുത്ത പ്രാവശ്യം കേട്ടോ. കേൾക്കാത്തവരുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട് കേട്ടു. ഇത് കേട്ടോ നോക്കണേ. ഇതിങ്ങനെ ചെയ്യുന്നതിനിടയ്ക്ക് അത് കേൾക്കുക. ആരാ കേൾക്കുക? ദാനമായി കിട്ടിയത് വിറ്റ് തുലച്ചവൻ കേൾക്കും. ദാനമായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? അച്ഛനൊരു സ്വത്ത് കിട്ടി അല്ലേ? അത് അച്ഛന്റെ പൂർവികർ തന്നു, അത് നമ്മളത് വിറ്റ് തുലച്ചു. ഇവരാ കേൾക്കുള്ളൂ. അല്ലാണ്ട് ഞാൻ അധ്വാനിച്ച് വാങ്ങിയത് ഞാൻ വിറ്റത് അങ്ങനെ കേൾക്കില്ല. പാരമ്പര്യമായി കിട്ടിയ സ്വത്ത് വിറ്റ് തുലച്ചവർ ഇത് കേൾക്കും. ഏതാ കേൾക്കുക? എന്താ കേൾക്കുക? വിറ്റ് തുലച്ചിട്ട് വന്നിരിക്കുന്നു വെള്ളം തരാൻ. കൊടുത്തിട്ടും കാര്യമില്ല. നിങ്ങൾ ഇത് നോക്കൂ, നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മളുടെ കുട്ടിക്ക് 10 രൂപ കൊടുത്തു. വൈകുന്നേരം ആകുമ്പോഴേക്കും 10ഉം പിന്നെ കടമായിട്ട് 11ഉം 15ഉം ചിലവായിട്ട് വന്നു. നമുക്ക് ഇഷ്ടമുണ്ടാകുമോ? ഓൻ 10 20 ആക്കണം, അവൻ 10 20 ആക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷെ ആ 10 നിലനിർത്തിയെങ്കിലും വേണ്ട. അത് നമുക്ക് സന്തോഷമല്ലേ? നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ കൊടുത്ത എന്തെങ്കിലും ഒരു വസ്തു നശിപ്പിച്ചിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുമോ? ഇല്ല. എനിക്ക് സന്തോഷം ഉണ്ടാവില്ല. എന്റെ അച്ഛനും അപ്പനൊക്കെ സന്തോഷം ഉണ്ടാവണം. അതെങ്ങനെ ശരിയാവുക? ഇത് തന്നെയാ തെറ്റ്. അവർക്കുണ്ടാവില്ല. വിറ്റ് തുലയ്ക്കരുതേ, നശിപ്പിക്കരുതേ നമുക്ക് കിട്ടിയത്. അടുത്ത തലമുറയ്ക്ക് കൊടുത്തുകൊണ്ട് പോകണമേ. അടുത്ത തലമുറയ്ക്ക് കൈമാറിക്കൊണ്ട് പോകണമേ. ആ തലമുറയുടെ കൈകൾക്ക് കരുത്ത് പകരണമേ. അല്ലേ? നമ്മളൊരു വസ്തു ഒരാളുടെ കയ്യിൽ, ആരുടെ കയ്യിലാണ് നമ്മളൊരു വസ്തു കൊടുക്കുന്നത്? ആർക്കാണോ അത് പിടിക്കാൻ കഴിയുക. അല്ല, ഒരു നാളികേരം നമ്മുടെ വീട്ടിലെ കുട്ടിക്ക് കൊടുക്കും. കുട്ടി ഇത് അവിടെ നിന്ന് കൊണ്ട് കൊടുക്കൂന്ന് പറയും. ആർക്കാ കൊടുക്കുക? ആരെ കയ്യിൽ നിന്ന് അത് വീഴില്ലയോ അവരെ കയ്യിലല്ലേ കൊടുക്കുള്ളൂ. അല്ല, ചെറിയ കുട്ടി അമ്മ എനിക്ക് എന്ന് പറഞ്ഞാൽ കൊടുക്കുമോ നിങ്ങൾ? അത് വീട് പോകും കുട്ടാ എന്ന് പറയില്ല. ചിന്തിച്ചു നോക്കൂ. നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ ഉതകുന്ന ഒരു തലമുറ നമുക്ക് ഉണ്ടാവണ്ടേ? വേണോ? ആ തലമുറ ആകുന്ന രീതിയിലല്ലേ വളർത്തേണ്ടത്? നിലനിർത്താൻ പഠിപ്പിക്കും. എന്താണ്? നിലനിർത്താൻ പഠിപ്പിക്കും, വളരാൻ പഠിപ്പിക്കും, ഉയരാനും വളരാനും നിലനിർത്താനും പഠിപ്പിക്കും. ശരി, രണ്ടാമത്തെ കാര്യം, ഒരുമിച്ചിരുന്ന് ജപിക്കണം. എന്തിനാണ് വീടുകളിൽ നാമം ജപിക്കുന്നത്? എന്തിനാ? ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്താലും ഒരു സങ്കല്പമുണ്ട്, നമ്മളുടെ മനസ്സുകൾ ഏകീകരിക്കപ്പെടും. എന്ത് സംഭവിക്കും? മനസ്സുകൾ ഏകീകരിക്കപ്പെടും. ഒരുമിച്ചിരുന്ന് നൃത്തം ചെയ്താൽ പോലും ആ നൃത്തം ചെയ്യുന്ന ആളുകൾ തമ്മിലൊരു ഐക്യം ഉണ്ടാവും. മനസ്സിലാവുന്നു? ഒരുമിച്ച് കളിക്കുന്നു, അവർ തമ്മിലൊരു ഐക്യം ഉണ്ടാവും. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഐക്യം ഉണ്ടാവും. ഒരുമിച്ച് കിടക്കുന്നു, ഐക്യം ഉണ്ടാവും. ഒരുമിച്ച് ഈശ്വരീയമായ നാമങ്ങൾ ജപിക്കുകയും കൂടി ചെയ്താലോ നല്ലതാണല്ലോ. പിന്നെന്തേ നമ്മൾ ജപിക്കാൻ? വിളക്ക് കത്തിക്കുന്നുണ്ട്, പോരാ. വിളക്ക് കത്തിക്കുന്നത് പോരാ, ജപിക്കുകയും വേണം. ഒരു ഗുരുവിന്റെ മന്ത്രം ജപിക്കുക, ഒരു സരസ്വതി ജപിക്കുക, ഒരു ഗണപതി ജപിക്കുക, അല്ലേ? ഒരു ശിവനെ ജപിക്കണം, വേണ്ടേ? ഒരു വിഷ്ണുവിനെ ജപിക്കണം, ഒരു ദേവീനെ ജപിക്കണം, പിന്നെ എന്ത് വേണം ജപിക്കാം? ഹനുമാനെ ജപിക്കാം, അല്ലേ? ശരി, ഹനുമാൻ ചാലീസ പറഞ്ഞിട്ടൊരു കൃതിയുണ്ട്. ഹനുമാൻ ചാലീസ ഏത് ഭാവത്തിൽ ജപിക്കുന്നോ ആ ഭാവം നമ്മൾ ജപിക്കും. അതുപോലെ മഹിഷാസുരമർദ്ദിനി സ്തോത്രം കേട്ടിട്ടുണ്ടോ? ഐഗിരി നന്ദിനി നന്ദിതമേതി ജപിച്ചു. ചെറിയ കുട്ടികൾ ജപിച്ചോട്ടെ. അവരുടെ ഉള്ളിൽ ഒരു സ്ഥൈര്യവും
ധൈര്യവും ഒരു വീരഭാവവും ഉണ്ടാവും. വേണോ ഇത് നിങ്ങൾക്ക്? എങ്കിൽ ജപിക്കൂ. ഒരു 3 മാസം നിങ്ങൾ ജപിച്ചു നോക്കും, എന്നിട്ട് വേണ്ടെങ്കിൽ വിട്ടോളൂ. എന്താണ് എത്ര? ഒരു 90 ദിവസം. ഓക്കെ, എന്താ പ്രശ്നം? പൈസ കൊടുക്കണോ ജപിക്കാൻ? ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം എന്നല്ലേ ഉള്ളൂ. ഹനുമാൻ ചാലീസ് ജപിക്കാൻ 10 മിനിറ്റേ വേണ്ടു. ആൺകുട്ടികളെ നിങ്ങൾ ജപിക്കൂ. ആ അപ്പൊ എന്തിനാ സ്വാമി ഇത് പറയുന്നത്? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം പറഞ്ഞു അല്ലേ? അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞു പിതൃ പരമ്പരയുണ്ട് പറഞ്ഞു. ശരി. രണ്ടാമത് പറഞ്ഞു ഗുരു പരമ്പരയുണ്ട് പറഞ്ഞു. ഗുരു പരമ്പര നമ്മളോട് പറഞ്ഞു തന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ നമ്മൾ ഗുരുക്കന്മാരോട് കടം വീട്ടുക. എന്നെ മാത്തമാറ്റിക്സ് പഠിപ്പിച്ച അധ്യാപകനോട് ഞാൻ എങ്ങനെ കണക്ക് തീർക്കുക? എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? കുറച്ച് കഴിഞ്ഞിട്ട് വയസ്സായിട്ട് നമ്മളൊക്കെ പഠിച്ച ശേഷം, മാഷെ നിങ്ങൾ പഠിപ്പിച്ച കണക്കൊന്നല്ല കേട്ടോ, കുറച്ച് വ്യത്യാസം വന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരി, ഞാൻ പഠിപ്പിച്ചു തരാം. അങ്ങനെയാണോ? അല്ല. നമ്മൾക്ക് കിട്ടിയ അറിവ് അടുത്ത തലമുറയ്ക്ക് പകർന്നില്ലേ? കുഞ്ഞു കുട്ടികൾക്ക് നമ്മുടെ ഒരു ട്യൂഷൻ എടുക്കുമ്പോൾ നമ്മൾ ആരോടാ കടം വീട്ടുന്നത്? കുട്ടിയോടാണോ അല്ല നമ്മളെ പഠിപ്പിച്ച അധ്യാപകരോടോ? അധ്യാപകരോട് അല്ലേ? അല്ല സ്വാമി, ഞാൻ ട്യൂഷന് ഫീസ് കൊടുത്തിട്ടാണ് പഠിച്ചത്. പണം ഒരു കടം വീട്ടലല്ല. ഒരു വിദ്യയുടെയും കടം വീട്ടലല്ല പണം കൊണ്ടുള്ളത്. നമ്മൾക്ക് അറിഞ്ഞ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിലൂടെയാണ് നമ്മുടെ ഗുരു പരമ്പരയോട് നാം കടം വീട്ടുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഈ രീതിയിൽ നമുക്ക് അറിഞ്ഞ അറിവുകൾ അത് പ്രാക്ടിക്കൽ ആക്കൂ, ആചാര്യന്മാർ പറഞ്ഞത് അനുസരിക്കൂ, അത് അടുത്ത തലമുറയിലേക്ക് പങ്കുവെക്കൂ. അപ്പോൾ നമ്മൾ എന്ത് കടമാ വീട്ടുന്നത്? ഗുരു പരമ്പരയോടുള്ള കടം. ഋഷിയജ്ഞം വീട്ടുന്നു. ഋഷി ഋണം വീട്ടുന്നു, ഋഷിയജ്ഞം ചെയ്യുന്നു. ആ ഋഷിമാരാണ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ദേവതാ ഉപാസകന്മാരാണ്. ഹിന്ദുക്കൾ ആരാണ്? ആരാ? ഇനി ഒരു ടെക്നിക്ക് ഉണ്ട്. ടെക്നിക്കല്ല, നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ബഹു നമുക്ക് എത്ര ഈശ്വരന്മാരുണ്ട്? എത്ര ഈശ്വരനുണ്ട്? കുറെ ഉണ്ട് എന്നല്ലേ വിചാരിക്കണല്ല. ഏകേശ്വര സിദ്ധാന്തം. എന്താണ് നമ്മുടെ സിദ്ധാന്തം? ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ. ഒരൊറ്റ ദേവനേ ഉള്ളൂ. ആ ദേവൻ സർവരിലും അന്തര്യാമിയായി വർത്തിക്കും. സൂത്രേ മണികണായി. അതെങ്ങനെയാ എല്ലാവരിലും ഒരേ ഈശ്വരനാണെന്ന് മനസ്സിലാകുക? എളുപ്പം മനസ്സിലാക്കി തരാം. നമ്മളെല്ലാം പുറമേക്ക് പോകുന്നതിന് അകത്തേക്ക് പോകുന്ന ഒരു സമയമുണ്ടല്ലോ, ഇല്ലേ? അതെപ്പോഴാ നമ്മൾ അകത്തേക്ക് പോകുന്നത്? വേണ്ടതൊക്കെ കിട്ടി തൃപ്തിയായി നമ്മൾ, ഇല്ലേ? ഇനിയിപ്പോ ഒരു 4-5 മണിക്കൂർ കൂടി ഇതിനകത്തേക്ക് പോവില്ല. പോവോ? അവിടെ ഭാര്യയല്ല, ഭർത്താവല്ല, പിതാ ഭവതി, പുത്ര ആരും അല്ലാതെ ആവുന്നില്ല. പിന്നെ അവിടെ ആരുള്ളത്? ഞാൻ എന്നിലേക്ക് പോകുമ്പോ അവിടെ ആരുണ്ട്? വേറെ ആരെങ്കിലും ഉണ്ടോ? കുട്ടിയെ ഉറക്കാൻ നമ്മൾ സഹായിക്കുന്നു. ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആവശ്യമുണ്ടോ? കുട്ടി നല്ലോണം ഉറക്കം വന്നു കഴിഞ്ഞാൽ എന്ന് പറയില്ല. അപ്പൊ നമ്മുടെ കുട്ടിയോട് നമുക്ക് ദേഷ്യമല്ല തോന്നേണ്ടത്. ശരിയാ, വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോ ഈ നമ്മളുടെ ഉള്ളിലേക്ക് പോകുന്നു. എല്ലാ ദിവസവും ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് മുക്കി ഇങ്ങോട്ടെടുക്കും. തേൻകുടത്തിൽ മുക്കുന്നത് പോലെ, അല്ലേ? രാവിലെ നമ്മൾ സുഖായി ഉറങ്ങി പറയും. എന്താ പറയുന്നത്? സുഖായി ഉറങ്ങി. പിന്നെ എന്താ കൂടെ പറയുക? ഞാനൊന്നും അറിഞ്ഞില്ല. ഇതാരാ പറയാത്തത് ഇവിടെ? സുഖായി ഉറങ്ങിയ ഒരാൾ. അവരൊക്കെ പോയത് അവരവരുടെ ഉള്ളിലേക്കാണേ, വേറെ ആരുടെ അല്ല. അപ്പുറത്തെന്റെയോ എന്റെയോ മറ്റോന്റെ ഒന്നും ഉള്ളിലേക്കല്ല പോയത്. അവനവന്റെ ഉള്ളിലേക്ക് പോയി പുറത്തേക്ക് വന്നപ്പോ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, ഞാനൊന്നും അറിഞ്ഞില്ല. സുഖായി ഉറങ്ങി, ഞാനൊന്നും അറിഞ്ഞില്ല. സുഖമസ്വാപ്സം കിഞ്ചിതവേദിഷു, ഞാനൊന്നും അറിഞ്ഞില്ല. ഇതല്ലേ പറയുന്നത്? ഈ കൂടിയിരിക്കുന്നവരില് ഈ വാക്യം പറയുന്നത് മാത്രമേ ഒരുപോലെയുള്ളൂ. ഒരേ സമയത്ത് ഈ ഒരു വാക്യം ജാതി മത ജാതി ഗോത്ര രാഷ്ട്രീയ സാമൂഹിക ഇനി എന്തൊക്കെ അതൊക്കെ എല്ലാ വ്യത്യാസങ്ങളും മാറ്റിവെച്ചാലും, അല്ലേ, എല്ലാവരും ഇതല്ലേ പറയണത്? വേറെ എന്തെങ്കിലും ഒരുപോലെ പറയുന്ന നിങ്ങൾ ഉണ്ടായിക്കോ. അനുഭവങ്ങൾ എല്ലാവർക്കും വേറെയാണ്, സുഖ സൗകര്യങ്ങൾ വേറെയാണ്, ഭക്ഷണത്തിന്റെ ടേസ്റ്റ് വേറെയാണ്, അല്ലേ?
എല്ലാവരും സുഖനിദ്ര അനുഭവിച്ചിട്ട് സുഖമായി ഉറങ്ങി ഞാനൊന്നും അറിഞ്ഞില്ല പറയണു. സുഖം അനുഭവിച്ചോ? അനുഭവിക്കാത്ത ഒന്നിന്റെ ഓർമ്മ ഉണ്ടാവുമോ? അനുഭവിക്കാത്ത ഒന്നിന്റെ ഓർമ്മ ഉണ്ടാവുമോ? ഇല്ലല്ലോ. ഇതാണ് ഇപ്പൊ കാര്യം. അനുഭവിക്കാത്ത ഒന്നിന്റെ ഓർമ്മ ഉണ്ടാവുക. എന്തെങ്കിലും ഒന്ന് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. ദുഃഖമില്ല അവിടെ. എന്തില്ല? ദുഃഖമില്ല. സുഖായി. സുഖാണെന്ന് നമുക്കറിയില്ല, പക്ഷെ ദുഃഖമില്ല. അപ്പൊ എവിടെ ദുഃഖമില്ലായ്മ? ഇത് എന്നിലേക്ക് ഞാൻ പോയപ്പോഴാ. എന്നിലേക്ക് ഞാൻ പോയപ്പോഴും നിന്നിലേക്ക് നീ പോയപ്പോഴും അവനിലേക്ക് അവൻ പോയപ്പോഴും എല്ലാവരും അവരിലേക്ക് പോയപ്പോ അനുഭവിച്ചത് ഒരേ ശാന്തിയാണ്, ഒരേ സമാധാനമാണ്. ആണോ? മനസ്സിലായില്ലേ? അപ്പൊ എല്ലാവരുടെ ഉള്ളിലും ഒരേപോലെ ഒരു പ്രത്യേക ആത്മാവുണ്ട്, ഒരു ഈശ്വര തത്വമുണ്ട്. ഈശ്വര തത്വം ദുഃഖമല്ല. ഈശ്വര തത്വം ദുഃഖമാണെങ്കിൽ ഈശ്വരൻ നമ്മളെ പേടിപ്പിക്കുന്നവനോ നമ്മളെ ഉപദ്രവിക്കുന്നവനോ ഒക്കെ ആണെങ്കിൽ നാം നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോ അത് കഴിഞ്ഞ് സുഖമായിട്ട് ഉറങ്ങിയിട്ട് എണീറ്റ് വരുമ്പോ കരയണമായിരുന്നു. കരയാറുണ്ടോ? ഉറക്കം പോയി കഴിഞ്ഞാൽ ചിലപ്പോ കരയില്ലേ? നമ്മൾ ആഴത്തിൽ നമ്മളുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ സത്യത്തെ മനസ്സിലാവുന്നു. ഞാൻ ആത്മസ്വരൂപമാണ്, സുഖസ്വരൂപമാണ്, ആനന്ദ സ്വരൂപമാണ്. ഇതിനെ ലേശം ഒന്ന് രുചിക്കുന്നു. മുഴുവനൊന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് നമ്മൾ ഒഴിവാക്കി കളയും ഭഗവാൻ. പൂർണ്ണമായിട്ട് രുചിക്കാൻ സമ്മതിക്കില്ല. ഇതെന്തിനാണെന്നറിയോ? നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലും ഈശ്വരൻ ഏകമായ ഒരു ഈശ്വര തത്വമാണ് ഉള്ളത് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? ശരി. ഇനി ഒരു ഈശ്വരനും നമുക്കൊരു ഇന്ദ്രിയുള്ളൂ. കണ്ണ് അല്ലെ? രണ്ടില്ലേ? ചെവിയോ? 5 ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയ, 5 കർമ്മേന്ദ്രിയ അല്ലേ? മനസ്സ്. ബഹു ദേവത. ഒരു ദേവതയുള്ളൂ. കണ്ണൊരു ദേവതയാണ്, ചക്ഷുർ ദേവത. ഇങ്ങനെ ഒരു ശരീരത്തിൽ കുറെ ദേവതകൾ ഉള്ളത് പോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ദേവതകൾ. ഏകേശ്വര സിദ്ധാന്തം, ബഹുദേവതാ വിശ്വാസം. എന്താണ് ഏകേശ്വര സിദ്ധാന്തം? ബഹുദേവതാ വിശ്വാസം. ഇതാണ് നമ്മളുടെ സിദ്ധാന്തം. മനസ്സിലായോ? എല്ലാവരും ഓർത്തിട്ടേ പോകാവൂ. ഏകേശ്വര സിദ്ധാന്തികളാണ് നമ്മൾ, എന്നാൽ ബഹുദൈവ വിശ്വാസികളാണ്. രണ്ടും രണ്ടാണ്. ഏകവും അദ്വിതീയവുമായ ഈശ്വരനിൽ നാമരൂപ ഗുണ കൽപ്പന ചെയ്യുമ്പോൾ അത് ദേവതകളായി മാറും. സരസ്വതി ഈശ്വരന്റെ ജ്ഞാനം അല്ലെ? വിഷ്ണു, ശിവൻ എന്നൊക്കെ പറയുമ്പോ അപ്പൊ നമ്മൾക്ക് ഏതാണോ കൂടുതൽ ഇഷ്ടം, ഏത് ഭാവത്തിലാണോ ഈശ്വരനെ പൂജിക്കാനും ഉപാസിക്കാനും ഒക്കെ ഇഷ്ടം, ആ രീതിയിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളെല്ലാവരും ദേവതാ ഉപാസകന്മാരാണ്. എല്ലാ വീടുകളിലും സന്ധ്യയ്ക്ക് ദേവതാ ഉപാസന ചെയ്യണം. ദേവതാ ഉപാസന ചെയ്യുമ്പോ വാസ്തവത്തിൽ ആ ഉപാസനയിലൂടെ ലക്ഷീകരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ആരാണ്? ഒരേ ഭഗവാൻ തന്നെയാണ്. മനസ്സിലായോ? ദേവതാ ഉപാസനയ്ക്കാണോ ഈശ്വരോപാസനയ്ക്കാണോ ശക്തി കൂടുതൽ? ദേവതാ ഉപാസനയ്ക്ക്. കാരണം എന്താ? ഈശ്വരോപാസന നമുക്ക് അറിയോ? ഈശ്വരന് നാമമുണ്ടോ? രൂപമുണ്ടോ? ക്രിയയുണ്ടോ? ഗുണമുണ്ടോ? ഇല്ല. ആ നാമരൂപ ഗുണക്രിയാ സംബന്ധരഹിതമായ പരമാത്മാവിനെ നമ്മൾ എങ്ങനെ സങ്കല്പിക്കും? മനസ്സ് ഏകാഗ്രപ്പെടുത്താൻ സാധിക്കും? അവിടെ ആകാശത്തേക്ക് നോക്കൂ എന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് നോക്കാൻ എളുപ്പമാണ്. എന്തെങ്കിലും ഒരു കല ഉണ്ടെങ്കിൽ എളുപ്പം നോക്കാൻ പറ്റും അല്ലേ? ഒരു കലയില്ല, നമ്മൾ എത്ര നേരം നോക്കും? എന്തെങ്കിലും ഒരു കല ഉണ്ടെങ്കിൽ നമുക്ക് ആകാശത്തേക്ക് നോക്കാൻ എളുപ്പം, നമ്മുടെ മനസ്സ് അവിടെ നിൽക്കും ഇല്ലേ? ഇതുപോലെ. എന്തായാലും ശരി, അധികമായിട്ടുള്ള തത്വങ്ങളിലേക്ക് പോകുന്നില്ല. ദിവസവും നമ്മുടെ വീടുകളിൽ വിളക്ക് കത്തിക്കണം, ജപിക്കണം, ഒരുമിച്ചിരുന്ന് ജപിക്കണം. ഇനി നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ആത്മബലം ഉണ്ടാവണം. വേണ്ട, നമുക്കുണ്ടോ? ആദ്യം നമുക്കും ഉണ്ടാവണം, അടുത്ത തലമുറയ്ക്കും ഉണ്ടാവണം. നേരത്തെ പറഞ്ഞ ജ്ഞാനം വേണം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ സരസ്വതിയാണ് അല്ലെ? ബലം ഏതാ? ബലത്തിന്റെ ദേവത ഏതാ? ദുർഗ. എന്താണ്? ബലത്തിന്റെ ദേവത ദുർഗയാണ്. സരസ്വതി മാത്രം പോരാ, നമുക്ക് ബലവും വേണം. ബലം ഉണ്ടാവുന്നത് എങ്ങനെ? സരസ്വതി ഉണ്ടാവുന്നത് എങ്ങനെയാ? അറിയണം എന്നുള്ള ഇച്ഛ വളർത്തിക്കൊണ്ടുവരണം. പഠിക്കണം, വായിക്കണം, അറിയണം, കണ്ടറിയണം, കേട്ടറിയണം, തൊട്ടറിയണം, എല്ലാ രീതിയിലും അറിയണം. അറിവ് സരസ്വതിയാണ്. പിന്നെയോ ബലം ദുർഗയാണ്. അറിവ് മാത്രം പോരാ, ബലവും വേണം.
ആത്മബലമില്ലാത്തവർക്ക് എന്തറിവുണ്ടായിട്ട് എന്ത് കാര്യം? പറ. മനസ്സിന് ശക്തിയില്ല, ഒക്കെ അറിയാം. അങ്ങനെയുള്ളവരെന്ത് ചെയ്യും? അറിയാം, പക്ഷേ കണ്ടില്ല. പക്ഷികളെ കൊണ്ട് തലചൊറിയുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ നാട്ടിൽ. നമ്മൾ തന്നെയായിരിക്കും. ഇത് ഒക്കെ അറിയാം സ്വാമി, പക്ഷേ ഈ കൈ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട്? അറിവുണ്ട്, ബലമില്ല. പിന്നെയോ അറിവും ബലവും പോരാ, ജീവിക്കാൻ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് വേണം, അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വേണ്ടേ? വേണം. വീട്ടിലൊരു ഗണപതി ഭവനം നടത്തണം, എന്തൊക്കെ വേണം? ഇഷ്ടിക വേണ്ടേ? വേണോ? നാളികേരം വേണ്ടേ? പലര് വേണ്ടേ? വിറക് വേണ്ടേ? പിന്നെ അതിനുള്ള ദ്രവ്യങ്ങൾ വേണ്ടേ? ശർക്കര വേണ്ടേ? കൽക്കണ്ടം വേണ്ടേ? എന്തൊക്കെ വേണം? കരിമ്പ് വേണ്ടേ? അല്ലേ? ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും? ലക്ഷ്മി വേണം. എന്ത്? ലക്ഷ്മി എന്ന് പറഞ്ഞാൽ കറൻസി അല്ല. കറൻസി ഈസ് നോട്ട് ലക്ഷ്മി. ലക്ഷ്മി ഈസ് സമൃദ്ധി. എന്താണ്? സമൃദ്ധിയാണ് ലക്ഷ്മി. എന്താണ്? സമൃദ്ധി. അപ്പൊ ജ്ഞാനമുണ്ടാകണം, ബലമുണ്ടാകണം, സമൃദ്ധി ഉണ്ടാവും. ഇനി പറയട്ടെ ഒരു മന്ത്രം. എന്താണ്? ഒരു മന്ത്രം ഓർക്കൂ. ജ്ഞാന ഐശ്വര്യ ബലയുക്ത ഹിന്ദു. ജ്ഞാന ഐശ്വര്യ ബലയുക്ത ഹിന്ദു. ഓക്കെ? എന്താ? ജ്ഞാന ഐശ്വര്യ ബലയുക്ത ഹിന്ദുർ ഭവാമി. അഹം കിം ഭവാമി? കഹ ഭവാമി? ജ്ഞാന ഐശ്വര്യ ബലയുക്ത ഹിന്ദു ഭവാമി. സംസ്കൃതം അറിയോ? മനസ്സിലായില്ലേ കാര്യം? അത് തന്നെ. അത് ജ്ഞാന ഐശ്വര്യ ബലയുക്തനായ ഒരു ഹിന്ദുവായി ഞാൻ മാറും. ജപിക്കോ? സങ്കല്പിക്കോ? എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ. അഹം അഹം ജ്ഞാന ഐശ്വര്യ ബലയുക്ത ഹിന്ദു ഭവാമി. എത്തായോ? ഇനി അഹം ഒന്നും ആവശ്യമില്ല. അഹം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും പ്രശ്നമില്ല, ബാക്കി ഉണ്ടായാൽ മതി. ഭവാമി എന്ന് പറയുമ്പോൾ അഹം അവിടെ വന്നു. അപ്പൊ എന്താ പറയേണ്ടത്? ജ്ഞാന ഐശ്വര്യ ബലയുക്ത ഹിന്ദു ഭവാമി. പറഞ്ഞേ. ജ്ഞാന ഐശ്വര്യ ബലയുക്ത ഹിന്ദു ഭവാമി. ഇതാണ് നിങ്ങളോട് എനിക്കുള്ള സന്ദേശം. ഈ സന്ദേശത്തെ നിങ്ങളുടെ ഉള്ളിൽ ചുമലിൽ അല്ലെ ഹൃദയത്തിൽ എന്ന് വിചാരിച്ചോ, കൈകളിൽ എന്ന് വിചാരിച്ചോ, ശിരസുകളിൽ എന്ന് വിചാരിച്ചോ, ചുമലിൽ എന്ന് വിചാരിച്ചോ. നിങ്ങളെ ഭഗവാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. ഈ സങ്കല്പം, എന്ത് സങ്കല്പം? ജ്ഞാനമുള്ളവനായി ഞാൻ മാറും, ബലമുള്ളവനായി ഞാൻ മാറും, ഐശ്വര്യമുള്ളവനായി ഞാൻ മാറും. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ കറൻസി അല്ലേ? സമൃദ്ധിക്ക് ഉപകരിക്കുന്ന എല്ലാം ഐശ്വര്യമാണ്. സമൃദ്ധിയും ഐശ്വര്യമാണ്. എന്താണ്? മനസ്സിലാവുണ്ടോ? സമാജത്തിൽ ആത്മഹത്യ വർദ്ധിക്കുന്നു ഇല്ലേ? അറിവില്ലാത്തത് കൊണ്ടാണോ ആത്മഹത്യ വർദ്ധിക്കുന്നത്? അതോ പൈസ ഇല്ലാത്തത് കൊണ്ടോ? ബലമില്ലാത്തത് കൊണ്ട്, ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ട്. എന്താണ്? ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ട്. ശരിയല്ലേ? അല്ലേ? അല്ലെങ്കിലോ മുന്നോട്ട് പോകാൻ കഴിയാത്ത അത്രയും തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടുപോയത് കൊണ്ട് ആത്മഹത്യ ചെയ്യില്ല. ആത്മവിശ്വാസം തീർത്തും കെടുന്നു. ഇനി രക്ഷയില്ല, എനിക്ക് ആളുകളുടെ മുഖത്തേക്ക് പോകാൻ പറ്റില്ല, കടം പെരുകി, ഇനി രക്ഷയില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നങ്ങോട്ട് തോന്നുകയാണ്. പക്ഷെ ചിന്തിക്കുന്നവന് വഴി ഉണ്ടാവും കേട്ടോ. ഗുരുക്കന്മാരെ, ആചാര്യന്മാരെ, മറ്റുള്ളവരെ കൊണ്ട് കാണുപോയിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. ഇതൊന്നും നമ്മൾക്കറിയില്ല. എന്തായാലും നോക്കൂ, നമ്മുടെ തലമുറയിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ, നാം ഒരുമിച്ചിരുന്ന് വീടുകളിൽ ഒരുമിച്ചിരുന്ന് ജപിക്കുന്നവരാണെങ്കിൽ, മൂന്നാമത് നമ്മൾക്കെല്ലാവർക്കും ഇഷ്ടദേവത ഉണ്ടെങ്കിൽ, ആരാ എന്റെ ഇഷ്ടദേവത? വിഷ്ണു ആയിക്കോട്ടെ, ശിവനായിക്കോട്ടെ, ദേവി ആയിക്കോട്ടെ, ഗണപതി ആയിക്കോട്ടെ, സരസ്വതി ആയിക്കോട്ടെ. ഒരു ഇഷ്ടദേവത നമ്മളുടെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയെ അവന്റെ ഗണപതി അവനെ സഹായിക്കും. മനസ്സിലാവുക? അവന്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. കൃഷ്ണൻ, എന്റെ കൃഷ്ണൻ എനിക്ക് കൂട്ടായിട്ടുണ്ട് ഇല്ലേ? അമ്മ കൂട്ടാവുന്നതിലും അച്ഛൻ കൂട്ടാവുന്നതിലും സഹോദരൻ കൂട്ടാവുന്നതിലും അപ്പുറത്തേക്ക് എന്റെ ശിവൻ എന്നെ കൂട്ടായിട്ട് എന്നെ സഹായിക്കും. എന്റെ ഉള്ളിൽ നിന്ന് അരുതാത്തത് അരുത് എന്ന് പറഞ്ഞു തരും, വേണ്ടത് നീ ചെയ്തോളൂ എന്ന് പറഞ്ഞു തരും. ഇതാണ് ദേവത. ബുദ്ധി രൂപേണ മൈ ബുദ്ധിം നിവേശയ എന്ന് ഭഗവാൻ പറയും. എന്താണ്? എന്നിൽ നീ ബുദ്ധിയെ ഉറപ്പിക്കുക അർജുന.
മയി എന്നിൽ ബുദ്ധി നിവേശയ, നീ നിന്റെ ബുദ്ധിയെ എന്നിൽ ഉറപ്പിക്കൂ. അപ്പോഴോ നിന്റെ ബുദ്ധിയുടെ രൂപത്തിൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. മറ്റൊന്നുകൂടി പറഞ്ഞു, നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തന് നാശമില്ല. ചിന്തിച്ചു നോക്കണേ, ഇത്രയും ശക്തമായ സന്ദേശം നൽകിയ ഒരു ഈശ്വരൻ വേറെ ഇല്ല, ഒരു ദേവത വേറെ ഇല്ല ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ. കൗന്ദേയ പ്രതിജാനീഹി, അർജുന നീ പ്രതിജ്ഞ ചെയ്തോളൂ, നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തന് നാശമില്ല. എന്നിട്ട് നമ്മളാ നശിക്കുന്നു, അയ്യോ അങ്ങനെയാവുന്നു ഇങ്ങനെയാവുന്നു. എന്ത് കഷ്ടമാണ് നമുക്ക് എന്ത് കഷ്ടമാണ് നമുക്ക്? ഒറ്റ കഷ്ടമേ ഉള്ളൂ, ഓർമ്മകൾ നഷ്ടപ്പെടുന്ന കഷ്ടം മാത്രമേ നമുക്കുള്ളൂ. എന്താണ് കഷ്ടം അല്ലേ? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തളരരുതേ, താഴോട്ട് പോകരുത്. ഏത് മേഖലയിലാണോ നമ്മൾക്ക് ഉയരേണ്ടത് ആ മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കണമേ, രാമദാസന്മാരെ പോലെ. എത്ര നൂറ്റാണ്ടുകളുടെ സങ്കല്പമാണ് അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാക്കണം എന്നുള്ളത്. 10 വർഷത്തെ സങ്കല്പമാണ്. എത്ര ആളുകളാണ്, എത്ര മഹാത്മാക്കളാണ്, എത്ര ധീരന്മാരാണ്, എത്ര തപസ്വികളാണ് അതിനുവേണ്ടി ജീവത്യാഗം ചെയ്തത്. 1 പേരാണോ 2 പേരാണോ? ചിന്തിച്ചു നോക്കൂ. എന്നിട്ടോ സാധിച്ചില്ലേ? അങ്ങനെ എന്തൊക്കെ നമുക്ക് സാധിക്കും നാം ഒരുമിച്ച്. എന്ത് സാധിക്കില്ല? ആരെയും ഉപദ്രവിച്ചിട്ടല്ല, നമുക്ക് നമ്മളായി നിലനിന്നൂടെ, നമുക്ക് നമ്മളായി വികസിച്ചൂടെ, നമുക്ക് നമ്മളായി വളർന്നുകൂടെ? അതിന് നമ്മളെ നമ്മളുടെ ഗുരുക്കന്മാർ സഹായിക്കും, നമ്മുടെ ഗുരു പരമ്പര സഹായിക്കും, നമ്മുടെ പിതൃ പരമ്പര സഹായിക്കും, നമ്മുടെ ദേവതകൾ സഹായിക്കും. മനസ്സിലായോ? ആരൊക്കെ സഹായിക്കുക? ഗുരു പരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവണം നമുക്ക്, പിതൃ പരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവണം നമുക്ക്, ദേവതകളുടെ അനുഗ്രഹം ഉണ്ടാവണം. മനസ്സിലായില്ല? അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടദേവത ഉണ്ടാവട്ടെ. ഇഷ്ടദേവതയെ മുറുകെ പിടിക്കും, ജപിക്കൂ, ദിവസവും ജപിക്കൂ. ജപതോ നാസ്തി മൂർഖത്വം, ജപിക്കുന്നവന് മൂർഖതയില്ല. ജപിക്കുന്നവന് എന്ത് സംഭവിക്കില്ല? അശുദ്ധി സംഭവിക്കില്ല. അവന്റെ മനസ്സ് മൂർഖബുദ്ധിയായി പോവില്ല, അവൻ എപ്പോഴും ഫ്രഷ് ആയിരിക്കും. നമുക്കെല്ലാം ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാവില്ലേ, വിഷമം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ല. വിഷമം ഉണ്ടാവാതിരിക്കാൻ തക്കതായ തത്വജ്ഞാനികളൊന്നുമല്ല, നമ്മളെല്ലാവരും സാധാരണ ആളുകളാണ്. എന്തെങ്കിലും ഒരു വിഷമം വരുന്നു, നമ്മൾ ആ വിഷമത്തിനെ കുറിച്ച് ആലോചിക്കുന്നതിന് പകരം ഒരു സ്വസ്ഥായിട്ട് കൈയും കാലം കഴുകി മുഖം കഴുകി ഒരു ഭസ്മക്കുരി തൊട്ട് ഒരു 10 മിനിറ്റ് അവിടെ സ്വസ്ഥായിട്ട് ഇരുന്ന് എന്തെങ്കിലും ഒരു ഭഗവാന്റെ നാമം ജപിച്ചു, ആ വിഷമം കുറേ പോകും. വിഷമം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിഹാരത്തെ കുറിച്ച് ഓർമ്മ ഉണ്ടാവും. വിഷമിച്ചുകൊണ്ടിരിക്കും പരിഹാരം ഓർമ്മിക്കാൻ പറ്റുമോ? അതുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ജപിക്കൂ. ജപിച്ചു കഴിഞ്ഞിട്ട് ആ പരിഹാരം ഓർമ്മ മനസ്സിൽ വരും. അങ്ങനെ ചിന്തിക്കൂ. ശരി, എന്തായാലും കൊള്ളാം. പറഞ്ഞുകൊണ്ട് വരുന്നത് 3ാമത്തെ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദിവസവും എന്തെങ്കിലും ഒരു പുസ്തകം വായിച്ചൂടെ? വായിക്കാൻ പറ്റുമോ? കുട്ടികൾക്ക് മാത്രമുള്ളതല്ലല്ലോ പഠനം. പഠിക്കൂ പഠിക്കൂ പഠിക്കുക മോളെ എന്ന് പറഞ്ഞിട്ട് അമ്മ ഈ സാധനം ഈ പഠിച്ചോട്ടോ. എങ്ങനെയാ കുട്ടികൾ പഠിക്കുക? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പഠിക്കും, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വായിക്കും. തമാശ അല്ല പറയുന്നത്. ദിവസവും എന്തെങ്കിലും ഒന്ന്. ഇവിടെ എത്ര പേര് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിന്റെ ഒരു 10 പേരെങ്കിലും വായിച്ചിട്ടുണ്ട്? ഉണ്ടോ? വായിക്കരുതേ. ജ്ഞാനപ്പാല വായിച്ചിട്ടുണ്ട്. ശരി, ഓക്കെ. ഭാഗവതം, ഓക്കെ. പിന്നെ രാമകൃഷ്ണ വചനാമൃതം, ഒരാളുണ്ട്. അതാ വയസ്സായ അപ്പൂപ്പ വായിച്ചിട്ടുണ്ട്. വീരവാണി വായിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും വായിക്കേണ്ട ഒരു പുസ്തകമാണ് വീരവാണി. മാഷല്ല, വലിയ വലിയ അന്താരാഷ്ട്ര പുസ്തകങ്ങളെ കുറിച്ചൊന്നും സ്വാമി പറയുന്നില്ല. വീരവാണി ഒരിക്കൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു സാധനം വർദ്ധിക്കും, ഒരു ഊർജം, എനർജി. ഞാൻ ഇങ്ങനെ ചൂളിച്ചു കൂടിയിരിക്കേണ്ടവളല്ലല്ലോ എന്ന് നമുക്ക് അങ്ങ് തോന്നും. ഭഗവത്ഗീത എത്ര വീട്ടിലുണ്ട്? ഭഗവത്ഗീത മതി. ഭഗവത്ഗീതയുടെ ഒരു പേജ് ഉണ്ട്. ഒരു പേജ് ഉണ്ടെങ്കിൽ ആ ഭഗവത്ഗീത വീട്ടിൽ നിന്ന് കേടുന്നു.
പോക്കാതിരിക്കണമെങ്കിൽ. ശരി, എന്തായാലും വളരെ വില കുറഞ്ഞ ബുക്കാണ്. ഭഗവത്ഗീതയ്ക്ക് എത്ര പൈസയൊന്നുമില്ല, 190 രൂപ കൊടുത്ത് കിട്ടും. ഇങ്ങനെ വീടുകളിൽ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. എല്ലാ പുസ്തക പൂജയ്ക്കും അതൊക്കെ വെച്ച് പൂജിക്കാറുണ്ട് അല്ലേ? അങ്ങനെ ഇല്ലേ? ആരതി ഒഴിയും പൂജിക്കും, പിന്നെ അമ്പലത്തിൽ പൂജയ്ക്ക് വയ്ക്കും ഇല്ല? നല്ലോണം പൂജിച്ചവിടെ ഇരുന്നോട്ടെ. ഒരു കാര്യവും പഠിക്കരുത്. നാം ഭാഗവതം പഠിക്കും, ഭാഗവതത്തിൽ നിന്നൊന്നും പഠിക്കില്ല. ഗീത പഠിക്കും, ഗീതയിൽ നിന്നൊന്നും പഠിക്കില്ല. നമ്മുടെ ഗ്രന്ഥങ്ങൾ ലോകത്തിൽ ഒരാളെയും ഹനിക്കാൻ പറയുന്നില്ല, ഒരാളെ ഉപദ്രവിക്കണമെന്ന് പറയുന്നില്ല, കൂടുതൽ നന്മയുള്ളവരായി മാറാനേ പറയുന്നു. ചിലരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ കഴിയണം, ഇതൊക്കെ എന്ത് ദൈവാന്നങ്ങനെ തോന്നി പോകുന്നു. ലോകത്തില് ഏറ്റവും കൂടുതൽ പ്രചരിച്ച ഗ്രന്ഥത്തിലാണ് അതിന്റെ 1ാമത്തെ പേജിൽ തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമുള്ളത്. നിങ്ങൾ ബുക്ക് ഫെയറിൽ പങ്കെടുത്തിട്ടുണ്ടോ? ബുക്ക് ഷോ, എന്താ പറയാ, നമ്മൾ പുസ്തക പ്രദർശനമൊക്കെ ഉണ്ടാവില്ലേ, ബുക്ക് ഫെയർ. കുട്ടികൾ ആരൊക്കെ ബുക്ക് ഫെയറിൽ പങ്കെടുത്തിട്ടുണ്ട്? എവിടെയെങ്കിലും ബുക്ക് ഫെയർ കണ്ടിട്ടുണ്ട്? പുസ്തക പ്രദർശനം കണ്ടിട്ടില്ലേ? ആരാ പറഞ്ഞ കണ്ടില്ല എന്ന്? ഉത്സവത്തിനെ കണ്ടിട്ടില്ലേ കുറെ ബുക്കുകൾ? അതും ബുക്ക് ഫെയർ തന്നെയാണ്. അല്ലാണ്ട് വലിയ കെട്ടിയുണ്ടാക്കിയ സ്ഥലത്ത് നടത്തിയാലേ ബുക്ക് ഫെയർ ആവുന്നൊന്നുമില്ല. ഞാൻ അറിയുന്ന ഒരു അമ്മ, മലപ്പുറം ജില്ലയിൽ തന്നെയാണ്, കാരക്കുന്നിന്റെ അടുത്ത്. അമ്മയുടെ വീട്ടിൽ പോയപ്പോ അമ്മ ഇതുപോലത്തെ ഒരു പുസ്തകം, അമ്മയ്ക്ക് 4 പെൺകുട്ടികളാണ്. അമ്മ എന്നെ ഊണ് കഴിക്കാൻ വിളിച്ചതാണ്. അവിടെ അടുത്തൊരു പരിപാടി ഉള്ളപ്പോൾ അമ്മ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് സ്വാമി ഭക്ഷണം കഴിക്കും. ശരി വരാം അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മ കുറച്ചു നേരം, അവർ വെറുതെ അല്ല വിളിച്ചത്, സ്വാമിയോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനും അവർ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന് അറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതിലൊരു ശരി, കുറെ ചോദ്യങ്ങൾ, കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ചോദിച്ചത്. അതിലൊരു കാര്യം ഇങ്ങനെയാണ്, സ്വാമിജി ഞങ്ങൾ ഈ ബുക്ക് ഉപയോഗിച്ചിട്ടാണ് ജപിക്കുന്നത്, ഇതൊരു ഉത്സവത്തിന് പോയപ്പോൾ കിട്ടിയതാണ് ആ ബുക്ക്. എന്താ ബുക്ക്? നാമജപം. എന്താണ്? സന്ധ്യാനാമം. ഓക്കെ, അപ്പൊ ഈ ബുക്ക് ഉപയോഗിച്ചിട്ടാണ് ജപിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നൊന്ന് പറഞ്ഞു തരണം സ്വാമി. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ജപിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചതിനേക്കാൾ സ്വാദ്, അവര് തന്ന മധുരമായ പായസത്തിനേക്കാൾ രുചി ആ അമ്മയുടെ വാക്കിൽ നിന്ന് എനിക്ക് കിട്ടി. ഭക്ഷണം കഴിച്ചതിനേക്കാളും രുചി ഇല്ല ആണോ? കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇതാണ് ജപിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരും സ്വാമിജി. തെറ്റുണ്ടോന്ന് നോക്കണം. ഗുരു ബ്രഹ്മ ഓരോന്നും നോക്കി ചില തെറ്റുകളൊക്കെ അതിൽ അടയാളപ്പെടുത്തി കൊടുത്തു. ചിന്തിച്ചു നോക്കും. നമ്മളുടെ വീട്ടിലെ നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു പുസ്തകം ഉപയോഗിച്ച് ജനിക്കുകയോ വായിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിച്ചു. എന്തായാലും അമ്മ 4 മക്കളെയും 4 പെൺകുട്ടികളാണ് അമ്മ. 4 പെൺകുട്ടികളെയും ആ അമ്മ ധീരകളാക്കി വളർത്തി. അതിലൊരു കുട്ടിക്ക് മിണ്ടാൻ വഴിയില്ല, സംസാരിക്കാൻ കഴിവില്ലായിരുന്നു. ബാക്കി 3 മക്കൾ, 4 കുട്ടികൾ, ആ മിണ്ടാത്ത കുട്ടിയെയും വിവാഹം കഴിച്ചു കൊണ്ടുപോയി. ആ അമ്മയുടെ ഭർത്താവ് നാട്ടിലുണ്ടായിരുന്നില്ല, വിദേശത്തായിരുന്നു. എന്താ ഒരു ആ അമ്മ ഒരു ധീരയായിരുന്നു, തൻ്റെടമുള്ളൊരു, സംശയമില്ല ആ കാര്യത്തിൽ. ശരി, പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇങ്ങനെ ഒരു ബുക്ക് ഫെയറിൽ നമ്മൾ പുസ്തകം പരിശോധിക്കാൻ നോക്കുകയാണെങ്കിൽ ആ ഒരു പുസ്തകം നമ്മൾ എടുത്തിട്ട് വാങ്ങാന്ന് വിചാരിച്ചു 1ാമത്തെ പേജ് മറയ്ക്കുമ്പോൾ തന്നെ ഇനി ഒരു പൊട്ടത്തരാണ് അതിൽ കാണുന്നുണ്ടെങ്കിൽ ആ പുസ്തകം നമ്മൾ വായിക്കുമോ? വാങ്ങുമോ? വാങ്ങുകയില്ല, വായിക്കില്ല. നമ്മളിപ്പോ ഒരു ബുക്ക് ഫെയർ പോയി കഴിഞ്ഞാൽ 1ാമത്തെ പേജ് ഒന്നും ഇങ്ങനെ മറച്ചു വെക്കും, എന്നിട്ട് ഒന്നിങ്ങനെ പിൻഭാഗം നോക്കും അല്ലേ? മുഴുവൻ വാങ്ങിയിട്ടാണോ ബുക്ക് മേടിക്കുക? അല്ലല്ലോ, പിൻഭാഗം ഒന്ന് വായിക്കും, എന്നിട്ട് ഇങ്ങനെ ഒന്നും ഇങ്ങനെ മറക്കും അല്ലേ? ഇങ്ങനെ. ശരി, അപ്പൊ കൊള്ളാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയാ പൈസ ചോദിക്കും. 100 രൂപയുടെ മുകളിലാണെങ്കിൽ വേണ്ട കേട്ടോ, 100 രൂപയുടെ താഴെയാണെങ്കിൽ എന്നാ വാങ്ങിക്കളയുന്നത്. ശരി, എന്തായാലും ഇങ്ങനെ ഒരു പുസ്തകം കാണുക, അതിൽ 1ാമത്തെ പേജ് ഇങ്ങോട്ട് മറയ്ക്കുമ്പോ തന്നെ 1ാം ദിവസം ദൈവം ആകാശം സൃഷ്ടിച്ചു, 2ാം ദിവസം ഭൂമി സൃഷ്ടിച്ചു, 3ാം ദിവസം സൂര്യനെ സൃഷ്ടിച്ചു. മനസ്സിലായേ? ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് ഈ പുസ്തകത്തിലാണ്. 1ാമത്തെ പേജിൽ തന്നെ എന്താണ്? 1ാം ദിവസം ആകാശം സൃഷ്ടിച്ചു അല്ലേ? ദിവസം ഉണ്ടാവണമെങ്കിൽ ആദ്യം ആര് വേണം? ആദ്യം ആരാ വേണ്ടത്? ദിവസം ഒന്ന് പറയണമെങ്കിൽ തന്നെ ആദ്യം ആര് വേണം? സൂര്യൻ വേണ്ടേ? അപ്പൊ സൂര്യൻ സൃഷ്ടിക്കല് 3ാമത്തെ ദിവസമാണെങ്കിൽ എന്ത് പൊട്ടത്തരാണ് ആ പുസ്തകം? മനസ്സിലായില്ലേ? ആ പുസ്തകമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രചരിച്ചത്. ആ പുസ്തകത്തിന്റെ പേരാണ് ബൈബിൾ. മനസ്സിലായില്ല? എന്നാൽ എല്ലാ കാലത്തേക്കും ലോകത്തിന് സന്ദേശം നൽകിക്കൊണ്ട് ഇന്നും നമ്മുടെ മുമ്പിൽ
തുറന്നു വെക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് ഭഗവത്ഗീത. അങ്ങനെ ഒരു തെറ്റും അതിലില്ല. ഒരു പേജ് തുറന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ, നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു സന്ദേശം അതിലുണ്ടാവും. ക്ലൈബ്യമാസ്മകമവാർത്ത, നീ വിഷമിക്കല്ലേ. ഒരു കർമ്മയുവ തസ്മാത്വം, നീ നിന്റെ കർമ്മം ചെയ്യേ. പിന്നെയോ ഇങ്ങനെ അങ്ങ് തുടങ്ങി പറയാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. ഇങ്ങനെ അങ്ങ് തുടങ്ങിയാൽ ഓരോ വരിയിലും നിങ്ങൾക്കുള്ള സന്ദേശം മാത്രം ഒളിച്ചു വെച്ചിട്ടുള്ള ഭഗവത്ഗീത നമ്മൾ പഠിച്ചുവോ, നമ്മൾ അത് പ്രചരിപ്പിച്ചുവോ? ഒന്നുമില്ല. ശരി, പറഞ്ഞുകൊണ്ടുവരുന്നത് ദിവസവും എന്തെങ്കിലും ഒരു പുസ്തകം 10 മിനിറ്റ് വായിക്കാമോ? പറ്റുമോ? പറ്റാത്ത കാര്യമാണോ സ്വാമി പറഞ്ഞത്? എന്താ ഒന്നാമത് പറഞ്ഞ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം വേണ്ടേ? രണ്ടാമത് പറഞ്ഞത് ജപിക്കണമേ അല്ലേ? മൂന്നാമത്തേത് എന്തെങ്കിലും ഒരു പുസ്തകം അല്പസമയം വായിക്കണമേ. ഈ 3 കാര്യം ചെയ്യാൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം തുറക്കപ്പെടും. പരിഹാരം തുറക്കപ്പെടും. എന്ത് പരിഹാരം? പരിഹാരം ആയി എന്നാണോ പറഞ്ഞത്? അല്ലല്ല, തുറക്കപ്പെടും. മനസ്സിലായില്ലേ? ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, ആരാണോ എന്നെ സർവവിധത്തിലും സമാശ്രയിക്കുന്നത് അവരുടെ യോഗവും ക്ഷേമവും ഞാൻ വഹിക്കും. അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നോ പ്രോബ്ലം. അവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. അവരുടെ കാര്യം ആര് നോക്കും? യോഗക്ഷേമം മഹാമ്യ. ചിന്തിച്ചു നോക്കൂ, ആ ഉറപ്പ്, ഇത് ധർമ്മം നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇനി ഒന്നുകൂടെ പറഞ്ഞ് സ്വാമി അവസാനിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മുടെ ദുഃഖത്തിന്റെ കാരണം കൺക്ലൂഷനാണ്. ഒന്ന്, അറിയേണ്ടതിനെ അറിയാത്തത് കൊണ്ട്. എന്താണ്? അറിയേണ്ടതിനെ അറിയാത്തത് കൊണ്ട്. മറ്റൊന്ന്, ചെയ്യേണ്ടതിനെ ചെയ്യാത്തത് കൊണ്ട്. എന്താ? ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടുന്ന കാര്യമാണ്. പക്ഷേ ഇത് ഇങ്ങനെ ഇനി നിങ്ങൾക്ക് കിട്ടും ഈ പറഞ്ഞതൊക്കെ കേട്ടോ. ഇതുവരെ നമുക്ക് ആ ചെപ്പുകൾ തുറക്കാത്തതിന്റെ പ്രശ്നമില്ല. സത്യമല്ലേ പറഞ്ഞത്? അറിയേണ്ടതിനെ അറിയാത്തത് കൊണ്ടും ചെയ്യേണ്ടതിനെ ചെയ്യാത്തത് കൊണ്ടുമാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്. ഇത് രണ്ടും, ഒന്ന് ജ്ഞാനേന്ദ്രിയ സംബന്ധിയാണ്, മറ്റൊന്ന് കർമ്മേന്ദ്രിയ സംബന്ധിയാണ്. മനുഷ്യരെല്ലാം ചെയ്യുന്നവനും പൂജിക്കുന്നവനാണ്. ശരി, നോക്കൂ, അറിയേണ്ടതിന് അറിയുന്നില്ല. അതെങ്ങനെയാ? ക്രമേണ അറിഞ്ഞോളും അല്ലെ? ശ്രമിക്കുന്നു നമ്മൾ. ചെയ്യേണ്ടത് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇത് ചെയ്യേണ്ടത്, ഇത് ചെയ്യുന്നത്, ഈ ഗ്യാപ്പ് കണ്ടോ? ഈ ചെയ്യേണ്ടതും ഈ ഇതും തമ്മിലുള്ള അകലമാണ് ദുഃഖം. ഇപ്പോഴോ ദുഃഖം ഉണ്ടോ? ദുഃഖമല്ലല്ലോ. ഇപ്പോഴോ കുറച്ച്, ഇപ്പോഴോ കൂടി കൂടി കൂടി. ഇതാണ് ദുഃഖം. ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യേണ്ട പോലെ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത്. ആരാ നല്ല മനുഷ്യൻ? ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യേണ്ട പോലെ ചെയ്യാൻ കഴിയുന്നവനാണ് നല്ല മനുഷ്യൻ. ആദ്യം പറഞ്ഞില്ലേ നല്ല മനുഷ്യൻ ആരാണ്? ആരാ നല്ല മനുഷ്യൻ? നല്ല മനുഷ്യൻ എന്നുള്ളതിന് ലോകത്തിൽ ഒരു ആൻസറേ ഉള്ളൂ, ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യേണ്ട പോലെ ചെയ്യാൻ കഴിയുന്നവൻ. നമുക്ക് നല്ല മനുഷ്യനാവാൻ കഴിയുമോ? നമ്മളെല്ലാം നല്ല മനുഷ്യനാവണമെന്നല്ലേ പറയുന്നത്. എന്താ നല്ല മനുഷ്യൻ? ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യേണ്ട പോലെ ചെയ്യൂ, നല്ല മനുഷ്യനാവും. ശരി, ഇത്രയാണ് പറയാനുള്ളത്. അടുത്ത തലമുറയെ അറിയേണ്ടത് അറിയാനും ചെയ്യേണ്ടത് ചെയ്യാനും പരിശീലിപ്പിക്കൂ അല്ലെ? ഇതാരാ പരിശീലിപ്പിക്കേണ്ടത്? നമ്മുടെ ഗവൺമെന്റ് ചെയ്യോ? സർക്കാർ ചെയ്യോ? പഞ്ചായത്ത് ചെയ്യോ? വാർഡ് ചെയ്യോ? വാർഡ് മെമ്പർ ചെയ്യോ? ആരാ ചെയ്യേണ്ടത്? നാം ചെയ്യാം. എന്തായാലും ഇത് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് അറിയേണ്ടത് അറിയാനും ചെയ്യേണ്ടത് ചെയ്യാനും കഴിയട്ടെ. ഓക്കെ, ശരി. സമയമുണ്ടോ? മഴയുണ്ടോ? അപ്പൊ എന്ത് ചെയ്യും? നിർത്തണം. പെയ്യും തുടങ്ങിയോ? എന്നാ തൽക്കാലം വർഷം സ്തംഭിക്കട്ടെ അല്ലേ? എല്ലാവരും സങ്കല്പിച്ച്. ഓക്കെ, ഇത് തീർത്തിട്ട് നമുക്ക് അടുത്ത പിതൃകർമ്മം ചെയ്യുന്നത് ശ്രാദ്ധത്തിന്റെ എങ്കിൽ പിന്നെ വാവുകൾക്ക് ചെയ്യുന്ന ശരി. പിതൃ ചെയ്യേണ്ടത് ഒരു ആൾ മരിച്ചതിന്റെ തിഥി നോക്കിയിട്ട്. ഓക്കെ, ഒന്ന്, അതെല്ലാ വർഷവും ചെയ്യുക. വാവിന് നമ്മൾ കർക്കിടക വാവ് പോലുള്ളവയ്ക്ക് ചെയ്യുന്നത് ആ വ്യക്തിക്കല്ല, സമൂഹത്തിനാണ്. ഇത് പിതൃ പരമ്പരയ്ക്ക് മുഴുവൻ. എന്താണ്? പിതൃ പരമ്പരയ്ക്ക് മുഴുവൻ. അപ്പൊ അത് ചെയ്യണോ? വേണം. ഒരാൾ
സിദ്ധി നോക്കിയിട്ട് ചെയ്യുന്നതോ ആ വ്യക്തിയെ ഉദ്ദേശിച്ച്. മനസ്സിലായില്ലേ? ഏകോദിഷ്ട ശ്രാദ്ധം, ബഹുദിഷ്ട ശ്രാദ്ധം. മനസ്സിലായില്ലേ? അപ്പൊ രണ്ടും ചെയ്യണോ വേണ്ടയോ? ചെയ്യണം. രണ്ടാമത്തേത് സോഷ്യൽ മീഡിയ, ശബരിമല, സ്ത്രീപ്രവേശം, ആധുനിക സൗകര്യങ്ങളുടെ മാനുഷ്യ ചിന്തകളിൽ ആധ്യാത്മിക, ഭൗതിക, സോഷ്യൽ മീഡിയ, ശബരിമല, സ്ത്രീപ്രവേശം, ആധുനിക സൗകര്യങ്ങൾ ഇവയൊക്കെ ഈ നൂറ്റാണ്ടിലെ മാനുഷിക ചിന്തകളിൽ ആധ്യാത്മിക, ഭൗതിക വളർച്ചയിൽ മുരടിപ്പ് വരുത്തുന്നു. എന്താത്? ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴും നമ്മെ നിലനിർത്താൻ കാര്യമായി ചെയ്യേണ്ടതുണ്ടാണ്. എന്താ? അതായത് ചുറ്റുപാടുകൾ, ചുരുക്കി പറഞ്ഞാൽ ഈ ചോദ്യത്തിന്റെ എനിക്ക് മനസ്സിലായത്, ചുറ്റുപാടുകൾ നമ്മളെ മുരടിപ്പിക്കുന്നു. ചുറ്റുപാടുള്ള പലതും കാണുന്നില്ലേ? പലതും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സ് മുരടിച്ചു പോകുന്നു എന്നാണ് ഇപ്പൊ ഇതിൽ എഴുതിയത്. അപ്പോ ഭൗതിക, ആധ്യാത്മിക വളർച്ചയിലൊക്കെ മുരടിപ്പ് വരുന്നു. ഒന്നും കൊണ്ട് ശരിയാവുന്നില്ല. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ അബദ്ധ കാണുന്നതെന്നാ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മളെ നന്മ നിലനിർത്താൻ സാധിക്കും? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് മുഴുവൻ ഇത് കേട്ടിട്ടാണ് അത് എഴുതിയെന്ന് തോന്നണില്ല. എന്തായാലും നമ്മൾ നന്മയുള്ളവരായി മാറും. നമ്മൾ നന്മയുള്ളവരായി മാറും. ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരാളോട്, എന്നെ ഒരാൾ അമ്മ എന്ന് വിളിക്കുന്നു, ഒരാൾ എന്നെ ഭാര്യ എന്ന് വിളിക്കുന്നു, എന്നെ അച്ഛനായിട്ട് വിളിക്കുന്നു, അല്ലെങ്കിൽ മക്കൾ വേറെ പല ആളുകളായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ എനിക്ക് മാറ്റം ഉണ്ടാവും. ഞാൻ ആരാ? ആരെന്ത് വിളിച്ചാലും ആരോട് ഇടപെടുമ്പോഴും ഞാനാണ് എന്നുള്ള ബോധം ഒക്കെ ഉണ്ട്, ഇല്ലേ? ഇതാണ് ഇതിനുള്ള ഉപായം. ഞാനായിരിക്കുക. മൂന്നാമത്തത് വേദ പഠനത്തിന്റെ പോരായിക. ഹിന്ദുമതത്തിലെ പുതുതലമുറയെ വിശ്വാസത്തിന്റെയും ആചാരത്തിനെയും കുറിച്ചും അറിവില്ലാത്തവരായി തീർന്നു കഴിഞ്ഞു. തന്മൂലം അവർ തെറ്റായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേദപഠനത്തിന്റെ അനിവാര്യതയെ കുറിച്ച് പറയാനാണ് പറഞ്ഞത്. വേദപഠനം എന്നുള്ളതല്ല, നമ്മുടെ ശാസ്ത്രത്തിൽ ആചാര്യന്മാർ പറഞ്ഞ അറിവുകൾ നമ്മൾ എങ്ങനെയെങ്കിലും നേടിയെടുക്കണം, ചെറുതായെങ്കിലും നേടിയെടുക്കണം. അതിന്റെ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ പറഞ്ഞത്. അതും കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ശരി, ഇനിയുള്ളത് സനാതന ധർമ്മ പാഠശാല എന്നുള്ളതാണ്. ഈ ഒരു പ്രസംഗത്തിന്റെയും പരിപാടിയുടെയൊക്കെ ഉദ്ദേശം നമ്മുടെ ധർമ്മത്തിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരു പഠന പദ്ധതി ആരംഭിക്കുന്നതിനെ കുറിച്ചാണ്. ഈ പഠന പദ്ധതി ഉണ്ടായെങ്കിൽ മാത്രമേ അടുത്ത തലമുറയെ നമുക്ക് നമ്മുടെ ധർമ്മത്തിന്റെ അറിവുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ധാർമ്മികമായി വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതെങ്ങനെ ഉണ്ടാവേണ്ടത്? ക്ഷേത്രത്തിലല്ല, ക്ഷേത്രത്തോടനുബന്ധിച്ച് നമ്മുടെ കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒരു പഠന പദ്ധതി ആരംഭിക്കണം. 2 മണിക്കൂർ. വലിയ കുട്ടികളെ മാറ്റി നിർത്തുക. 5, 6, 7 തുടങ്ങിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒരു പദ്ധതി പഠനം ചെയ്യും. അതിന് വേണ്ടത് ടീച്ചേഴ്സ് ആണ്. ഈ ടീച്ചേഴ്സിനെ എങ്ങനെ ഉണ്ടാക്കും? ടീച്ചേഴ്സ് എന്ന് പറയുന്ന ആളുകളെ സെലക്ട് ചെയ്യണം. ഒരു സ്ഥലത്ത് 2 ടീച്ചേഴ്സ് ഉണ്ടെങ്കിലേ, 2 ടീച്ചർമാരുണ്ടെങ്കിലേ ഒരു പാഠശാല ഭംഗിയായിട്ട് നടക്കുള്ളൂ. അങ്ങനെയുള്ള 2 പേരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ട്രെയിൻ ചെയ്യിക്കണം. അപ്പൊ ആരാണ് പാഠശാല നടത്തേണ്ടത്? ആരുടെ കുട്ടിയാണോ വളർത്തിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത് ആ രക്ഷിതാക്കളുടെ നേതൃത്വത്തിലായിരിക്കണം ആ പാഠശാല ചെയ്യുന്നത്. എന്തായാലും ഈ വിഷയം വളരെ സങ്കീർണമാണ്. കുറെ വിഷയങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമുക്കത് ചർച്ച ചെയ്യാം. പാഠശാല നിങ്ങൾ ആരംഭിക്കാൻ തീരുമാനിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മൾ വരാം. ആ പാഠശാല എങ്ങനെ നടത്തണം എന്നുള്ളത് 2 മണിക്കൂർ പറയാനുണ്ട്. നിസ്സാരമല്ല അത്. പാഠശാല എങ്ങനെയും നടത്താൻ പറ്റില്ല. 30 പേരുള്ള കുട്ടികൾ ഉള്ള ഒരു ഗ്രാമത്തിലെ ഒരു പാഠശാല വിജയിക്കണം. 30 പേരുണ്ടാവണം. 30 പേർ കുട്ടികൾ വരണമെങ്കിൽ രക്ഷിതാക്കൾ വിചാരിക്കണം. രക്ഷിതാക്കളുടെ ഒരു മാതൃസമിതി ഉണ്ടാവണം. ആ രക്ഷിതാക്കൾ ചേർന്നിട്ടാണ് പാഠശാല നടത്തേണ്ടത്. 2 പേർ ടീച്ചേഴ്സ് ആയിട്ട് വേണം. ഒരു പ്രധാനപ്പെട്ട ടീച്ചർ. ആ ടീച്ചറിന് വരുമ്പോൾ ഒരു യാത്രാ പട്ട നൽകാൻ സാധിക്കണം. ഇങ്ങനെയുള്ള പാഠശാലയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട അറിവുകൾ ടീച്ചേഴ്സ് മനസ്സിലാക്കിയിരിക്കണം. മാത്രമല്ല, ഈ പാഠശാലയ്ക്ക് ഒരു കോർഡിനേറ്റർ വേണം. ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നടത്താൻ പാടില്ല. ക്ഷേത്രത്തോടനുബന്ധിച്ച ഒരു സ്ഥലത്തെ നടത്താവൂ. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു പാഠശാലയ്ക്ക് ഈ ഒരു ഇടത്തിൽ, ഈ ഒരു സ്ഥലത്ത് അങ്ങനെയുള്ള ഒരു പാഠശാലയ്ക്ക് വളരെയധികം സാധ്യതയുണ്ട്. ആ സാധ്യതയെ നമ്മൾ ഉപയോഗിക്കുക. ഇതാണ് പറയാനുള്ളത്. എന്തായാലും കാലാവസ്ഥയുടെ പ്രതികൂല അവസ്ഥയിൽ പോലും ഇത്രയും കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ
പറഞ്ഞ വാക്കുകൾ ഉണ്ടാവട്ടെ. ശരി എന്ന് തോന്നുന്നത് ഹൃദയത്തെ ഹരിയുണ്ട്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.